നമ്മൾ ഓൾറെഡി പല നല്ല ടോക്കുകളും കേട്ട് ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഇസ് മൈ പ്രിവിലേജ്. ഞാനിവിടെ നിൽക്കാൻ കഴിയുന്നത് എൻ്റെ ഒരു വലിയ പ്രിവിലേജായിട്ട് ഞാൻ കാണുന്നു. യോബിൻ്റെ പുസ്തകത്തിൽ എലിഹു പറയുന്ന പോലെ ഐ ആം ദ യങ്ങസ്റ്റ് ഓഫ് യു ഓൾ, റൈറ്റ്? അതുകൊണ്ട് ഐ തിങ്ക് ദാറ്റ് യു വിൽ ഗിവ് മീ ദാറ്റ് കൺസിഡറേഷൻ. എല്ലാവരും കാണുവാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടവാനാണ്. സോ വെൻ ജെറി അങ്കിൾ ആസ്ക് മീ ടു ടേക്ക് എ ടോപ്പിക്, ഞാൻ ഈ ടോപ്പിക്ക് പറയുമ്പോഴും എനിക്ക് സത്യം പറഞ്ഞ ഒരു ഉറപ്പില്ലായിരുന്നു. കാരണം ആസ് ഫാർ ആസ് ഐ ന്യൂ ഈ ഒരു ഏരിയയിൽ സത്യം പറഞ്ഞ പഠനങ്ങളൊന്നും നടന്നിട്ടില്ല. പ്രോബബിലിറ്റി അല്ലെങ്കിൽ ചാൻസ് ഈ ഒരു ഏരിയയിൽ ക്രിസ്ത്യാനിറ്റി സ്വാധീനിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയ റിസർച്ച് വർക്കുകളൊന്നും നടന്നിട്ടില്ല. പക്ഷേ എങ്കിലും എൻ്റെ ഒരു ഇൻഫാക്ട് ഞാൻ ജോലി ചെയ്യുന്ന മേഖല ഇതായതുകൊണ്ട് തന്നെ എനിക്കിതെപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ആയിട്ട് നിലനിന്ന ഒരു ടോപ്പിക്കാണ്. മാത്തമാറ്റിക്സിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ഡെഫിനറ്റ് സയൻസസിൽ ക്രിസ്ത്യാനിറ്റിയും ക്രിസ്ത്യൻ തിയോളജിയും വഹിച്ച പങ്കിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ റാഷണൽ ബേസിസ് നമുക്ക് മനസ്സിലാകും. പക്ഷേ ചാൻസ് എന്താണ്, സാധ്യത, അല്ലെങ്കിൽ റാൻഡമായിരിക്കുന്ന കാര്യങ്ങൾ, ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ടോ, ഇസ് ദർ എ പ്രോബബിലിറ്റി ടുഡേ, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ബേസിക്കലി അടുത്ത വർഷം ഇന്ത്യയുടെ GDP ഇന്നതാകുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യുകയാണ് അടുത്ത വർഷത്തിലേക്ക്, അല്ലേ? പ്യുവർ മാത്തമാറ്റിക്കൽ സ്ട്രക്ചർ വെച്ച് നമ്മൾ മുൻപോട്ട് ഫോർകാസ്റ്റ് ചെയ്യുകയാണ്. അതിനെ നമുക്ക് ആശ്രയിക്കാൻ കഴിയുമോ? എങ്ങനെയാണ് സാധ്യതയെ അല്ലെങ്കിൽ റാൻഡമായിട്ടുള്ള കാര്യങ്ങളെ, അറിയുവാൻ കഴിയാത്ത കാര്യങ്ങളെ, ക്വാണ്ടിഫൈ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ എങ്ങനെയാണ്, ഹൗ ക്യാൻ ബി നോ ദം, ഹൗ ക്യാൻ ബി ആക്സസ് ദം? അത് മാത്തമാറ്റിക്സിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ്, അല്ലേ? ഇനി നമ്മൾ കളിയൊക്കെ കാണുമ്പോഴത്തേന്, ക്രിക്കറ്റൊക്കെ കാണുമ്പോൾ ഗൂഗിളിൽ ചെന്ന് സ്കോർ നോക്കുന്ന അല്ലെങ്കിൽ എല്ലാം കുത്തിയിരുന്ന് കാണുന്ന ആൾക്കാർ ഇന്ന് വളരെ ചുരുക്കമാണ്. വി ആർ ലിവിങ് ഇൻ ദ ടൈം ഓഫ് T20 ക്രിക്കറ്റ്. നമ്മൾ പക്ഷേ ടെസ്റ്റ് ക്രിക്കറ്റ് ഒന്നും നമ്മൾ അങ്ങനെ നിന്ന് കാണാറില്ല. പക്ഷേ ടെസ്റ്റ് മാച്ചിൻ്റെ സമയത്തൊക്കെ ഗൂഗിൾ അടിച്ചു നോക്കിയിട്ട് അവിടെ ലൈവ് വിൻ പെർസെൻറ്റേജ് കാണിക്കും. ഇത്ര ശതമാനം സാധ്യതയുണ്ട് ഇന്ത്യ ജയിക്കാൻ, ഇത്ര ശതമാനം സാധ്യതയുണ്ട് ഓസ്ട്രേലിയ ജയിക്കാൻ. സോ ദാറ്റ് ഇസ് ബേസ്ഡ് ഓൺ പ്രോബബിലിറ്റി. അത് കൃത്യമല്ല, അത് ഡെഫിനറ്റ് അല്ല. പക്ഷേ സാധ്യതകളെ, അൺനോൺ ആയിട്ടുള്ള കാര്യങ്ങളെ ക്വാണ്ടിഫൈ ചെയ്യുന്നതാണ് പ്രോബബിലിറ്റി. അപ്പം ദൈവവും ചാൻസും പ്രോബബിലിറ്റി എങ്ങനെയാണ്, എപ്രകാരമാണ് ക്രിസ്ത്യൻ തിയോളജി ഏതെങ്കിലും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചുരുക്കമായ ചില അറിവുകളുടെ അടിസ്ഥാനത്തിലാണ്, വായിക്കാനും പഠിക്കാനും എനിക്ക് ലഭ്യമായ സോഴ്സുകളൊക്കെ തപ്പി മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ മാത്രമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഏരിയയിൽ റിസർച്ച് വർക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പുസ്തകങ്ങളോ ഒന്നും തന്നെ അവൈലബിൾ അല്ല. അപ്പോൾ ഫ്രം വാട്ട് ദ ലിറ്റിൽ ദാറ്റ് ഐ ന്യൂ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞിട്ടും, ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഏരിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഇതിനെപ്പറ്റി വായിച്ചിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും യു ക്യാൻ കം അപ്പ് ആൻഡ് സ്പീക്ക് ടു മീ. ആദ്യം തന്നെ ഒരു ഓവർവ്യൂ ഐ ക്യാൻ ഗിവ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് റാൻഡംനെസ് എന്താണ്, ക്രമരഹിതമായ. സോ റാൻഡമായിട്ടുള്ള കാര്യങ്ങൾ, ഐ മീൻ ദാറ്റ്സ് എ വെരി കോമൺ വേർഡ്, റാൻഡം. ഈ റാൻഡംനെസ്സിന് എന്താണ് ചരിത്രം? ഈ റാൻഡമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നും ഇന്നലെ അല്ല, എക്കാലത്തും മനുഷ്യൻ ജനിച്ചു വീണ സമയം മുതൽ തന്നെ, മനുഷ്യൻ ആദ്യമായി ചിന്തിക്കുവാൻ തുടങ്ങിയ സമയം മുതൽ തന്നെ ഈ ലോകം മനുഷ്യൻ അൺനോൺ ആണ്, മിസ്റ്റീരിയസ് ആണ്. അപ്പം റാൻഡമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഈ പകിടുകളി, ദ ത്രോ ഓഫ് ഡൈസ്, ആ ഡൈസ് എന്നുള്ള കളി ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഏറ്റവും പുരാതനമായ കളികളിലൊന്നാണ്. അപ്പം ഈ റാൻഡംനെസ്സിനെ പറ്റി മനുഷ്യൻ എക്കാലത്തും, പണ്ട് ഗ്രീസിൽ ചെന്നാലും റോമിലും ബാബിലോണിയയിലും പേർഷ്യയിലും എന്തിനേറെ ഇന്ത്യയിൽ വരെ പകിടുകളിയൊക്കെ വളരെ കോമൺ ആയിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഏതാണ്ട് 17 or 18 നൂറ്റാണ്ട് വരെ ക്വാണ്ടിഫൈ ചെയ്യാനുള്ള ഒരു ശ്രമം നടന്നില്ല? അതായത് ഈ റാൻഡമായിട്ടുള്ള കാര്യങ്ങൾ, നേച്ചറിൽ നാം കാണുന്ന റാൻഡമായിട്ടുള്ള കാര്യങ്ങളെ ക്വാണ്ടിഫൈ ചെയ്യാൻ ക്രിസ്തീയ യൂറോപ്പിൽ അല്ലാതെ മറ്റൊരു സ്ഥലങ്ങളിലും. ഇനി മാത്തമാറ്റിക്സിനെ പറ്റി നാം പറയുമ്പോൾ മാത്തമാറ്റിക്സിൽ ഇന്ത്യ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബാബിലോണിയൻ സിവിലൈസേഷൻ, ഗ്രീസോ, റോം, ഈ സ്ഥലങ്ങളിലൊക്കെ മാത്തമാറ്റിക്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇറ്റ് ഈസ് എ യുണീക്ലി വെസ്റ്റേൺ ക്രിസ്ത്യൻ ഫിനോമിന. ഇറ്റ് കെയിം ഔട്ട് ഓഫ് ദ ക്രിസ്ത്യൻ വെസ്റ്റ്. എന്തുകൊണ്ട്? സോ ആ ഒരു ഹിസ്റ്ററി നമ്മൾ ആദ്യം നോക്കും. അത് കഴിഞ്ഞിട്ട് ചില തിയോളജിക്കൽ ഡോക്ട്രിൻസ്, ചില ക്രൈസ്തവ ദൈവശാസ്ത്രപരമായ ചില ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രോബബിലിറ്റി തിയറി വരുന്നത്. അത് അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതിനുള്ള ആർഗ്യുമെൻറ്റുകൾ ഞാൻ മുൻപോട്ട് വെക്കും. ദ റാഷണാലിറ്റി ഓഫ് ഗോഡ്, ദൈവം. നിങ്ങൾക്കറിയാവോ, ഇന്ന് ഒരുപക്ഷെ ലിങ്ക്ഡിനിലൊക്കെ കയറിയിട്ട് നോക്കിയാൽ ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ് കിട്ടുന്ന ജോലി വരെ കോർപ്പറേറ്റ് സെക്ടറിൽ ഡേറ്റാ സയൻറ്റിസ്റ്റും ഡിസിഷൻ സയൻറ്റിസ്റ്റുമാണ്. ഡിസിഷൻ സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞ പ്രൊഫൈലാണ് ഇന്നൊരു പക്ഷേ കോർപ്പറേറ്റ് സെക്ടർ ഏറ്റവും കൂടുതൽ അവർ കാശ് വാരി എറിയുവാൻ തയ്യാറായി നിൽക്കുന്നത്. അപ്പോൾ ആ ഡിസിഷൻ സയൻസ് എന്നുള്ള ടോപ്പിക്ക്, ദാറ്റ് കംസ് ഫ്രം ഡിസിഷൻ തിയറി. ഡിസിഷൻ തിയറി ചരിത്രത്തിൽ ആദ്യമായിട്ട് ഉപയോഗിച്ചത് ദൈവത്തിൽ വിശ്വസിക്കുന്നത് യുക്തിപരമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയായിരുന്നു.
അതിനുള്ള കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയുന്നതാണ്. അതുപോലെ തന്നെ ആർഗ്യുമെന്റ് ഫ്രോം ഡിസൈൻ. സ്റ്റാറ്റിസ്റ്റിക്സിൽ 2 തരം മെയിൻ ശാഖകളുണ്ട്. ഒന്ന് ഫ്രീക്വൻറ്റിസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സും മറ്റേത് ബേഷ്യൻ സ്റ്റാറ്റിസ്റ്റിക്സും. എന്താണെന്ന് ഞാൻ പിന്നീട് ഐ വിൽ ഡിസ്ക്രൈബ്. ഒന്ന് ബേഷ്യൻ അല്ലെങ്കിൽ സബ്ജക്റ്റീവായിട്ടുള്ള പ്രോബിലിറ്റി, അല്ലെങ്കിൽ നമുക്ക് സാധ്യത എന്ന് പറയുമ്പോഴത്തേന് ഐ മീൻ മേ ബി ഞാൻ വേറെ എക്സാമ്പിൾസ് പിന്നീട് തരാം ഈ 2 ശാഖകൾ. പക്ഷേ സാധ്യത എന്ന് പറയുമ്പോൾ, പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ അക്കാഡമിക് ലോകത്തിൽ 2 തരമുണ്ട്. ഫ്രീക്വൻറ്റിസ്റ്റ്, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ പറ്റും, ഫ്രീക്വൻസി ബേസ്ഡ് അല്ലേ. ഇപ്പം ഒരു 100 തവണ നമ്മൾ ടോയിൻ കോസ് ചെയ്താൽ 50 തവണയോടടുത്ത് യു വിൽ ഗെറ്റ് ഹെഡ്സ് ആൻഡ് ടെയിൽസ്, ആൻഡ് ഇഫ് യു ഗോ ഓൺ ഡൂയിങ് ഇറ്റ് യു വിൽ ഗെറ്റ് 50%. അപ്പോൾ ആ ഫ്രീക്വൻസി വെച്ച് നമുക്ക് പറയാൻ പറ്റും ഒരു ടോയിൻ കോസ് ചെയ്യുമ്പോഴത്തേന് ദ പ്രൊബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ്സ് ഈസ് 50% അല്ലേ, 50%. പക്ഷേ സബ്ജക്റ്റീവായിട്ടുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അതായത് ഇപ്പം ഫ്രീക്വൻസി വെച്ച് എല്ലാ അമ്മമാരും കുഞ്ഞുങ്ങളെ കൊല്ലുന്നില്ല. ഇപ്പം ഉദാഹരണത്തിന് ഒരു കോടതിയിൽ ചെന്നിട്ട് നമുക്ക് ഈ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പാണ് കർണാടകയിൽ ഒരു സംഭവം നടന്നത്. ഒരു അപ്പനും അമ്മയും അവരുടെ കൊച്ചുങ്ങളെ, അല്ലെങ്കിൽ അവർ രണ്ടുപേരും മാത്തമാറ്റിക്സിലൊക്കെ ഉന്നതമായ പ്രൊഫസേഴ്സ് ആയിരുന്നു, അവരുടെ പിള്ളേരെ ബലി കഴിപ്പിച്ചു വീട്ടിനകത്തും. നമ്മളെ ഞെട്ടിപ്പിച്ചൊരു സംഭവമായിരുന്നു. പക്ഷേ നമ്മൾ പറയാം ഒരു ഫ്രീക്വൻസി ബേസ്ഡ് എത്ര, അല്ലെങ്കിൽ ലോകത്തിലുള്ള സാമ്പിൾ എല്ലാം എടുത്തിട്ട് അപ്പനമ്മമാർ എത്ര കുഞ്ഞുങ്ങളെ കൊല്ലുന്നുണ്ട്? വളരെ ചുരുക്കം. അങ്ങനെയാണെങ്കിൽ കൊന്നിട്ടില്ല, അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. വി വിൽ ലുക്ക് ദാറ്റ് ദ പ്രൊബബിലിറ്റി ഓഫ് the parents killing the child given some conditions. Anyway, ഞാനത് പിന്നീട് വരാം. അപ്പോൾ അതാണ് ബേഷ്യൻ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ആർഗ്യുമെന്റ് ഫ്രോം മിറക്കിൾസ് ആൻഡ് ബേഷ്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെയാണ് ഈ 2 തിയോളജി അല്ലെങ്കിൽ അപ്പോളജറ്റിക് ആർഗ്യുമെന്റ്സ് എങ്ങനെയാണ് പ്രോബബിലിറ്റിയെ സ്വാധീനിച്ചെന്ന് നാം കാണുന്നതായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ദി അൺനോൺ. മാത്തമാറ്റിക്സ് എന്താ? മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ, സർട്ടൺ ആയിട്ടുള്ള കാര്യങ്ങളെയാണ് മാത്തമാറ്റിക്സ് പഠിക്കുന്നത് അല്ലേ. മാത്തമാറ്റിക്സ് കൃത്യം ഡിഡക്റ്റീവ് ലോജിക്കാണ്. ഇപ്പം നമ്മൾ എ സ്ക്വയർ അല്ലെങ്കിൽ a + b ദ ഹോൾ സ്ക്വയർ, വാട്ട് ഇസ് ഇറ്റ്? a² + 2ab + b². അത് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി സ്കൂളിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴത്തേന് നാം ആദ്യം എഴുതും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇന്നത്. നമ്മൾ പ്രൂവ് ചെയ്ത് താഴോട്ട് വന്നിട്ട് ഒരു ഇക്വേഷൻ എഴുതിയിട്ട് പറയും ഇത് ഇക്വേഷൻ നമ്പർ 1. പിന്നെ താഴോട്ട് അടുത്ത റൈറ്റ് ഹാൻഡ് സൈഡ് എടുത്തിട്ട് എഴുതിയിട്ട് താഴോട്ട് വന്നിട്ട് ഇക്വേഷൻ നമ്പർ 2 ഫ്രോം 1 and 2. 1ഉം 2ൽ നിന്നും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പം ക്ലിയർ ഡിഡക്റ്റീവ്, ഡിഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ലോജിക്ക് ഫോളോ ചെയ്യുന്നതാണ് മാത്തമാറ്റിക്സ്. പക്ഷേ അങ്ങനെയല്ല സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻഡക്റ്റീവ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻ തന്നെ സാധ്യതയാണ്, പ്രോബബിലിറ്റിയാണ്. ദാറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽസ് വിത്ത് ദി അൺനോൺ. അപ്പം ആധുനിക ശാസ്ത്രത്തെ കംപ്ലീറ്റ്ലി റെവല്യൂഷനൈസ് ചെയ്ത കോൺസെപ്റ്റാണ് പ്രോബബിലിറ്റി. ഇന്ന് വെൻ യു ടോക്ക് അബൌട്ട് ക്വാണ്ടം മെക്കാനിക്സിൽ പഠിപ്പിക്കുന്ന ഏറ്റവും കോമൺ ഇന്റർപ്രിട്ടേഷൻ ആണ് കോപ്പൻഹാഗൻ ഇന്റർപ്രിട്ടേഷൻ. ആ ഇന്റർപ്രിട്ടേഷൻ ഈസ് എ probabilistic model, and I think we have someone who is much more advanced than the entire room put together in this room, right? So അപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുവാൻ കഴിയും. അപ്പം പ്രോബബിലിസ്റ്റിക് നമുക്കറിയാമല്ലോ, ഈ ഐൻസ്റ്റീൻ പറഞ്ഞൊരു വാചകമുണ്ട്, ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഗോഡ് പ്ലേസ് ഡൈസ്. ദൈവം പകിട കളിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് എഴുതുന്നത് ആരോടാ? മാക്സ് ബോണിനോടാ. മാക്സ് ബോൺ എഴുതിയത് ഞാൻ വിശ്വസിക്കുന്നു ദൈവം പകിട കളിക്കുമെന്ന്. ഐ തിങ്ക് ദാറ്റ് റാൻഡംനെസ് ഹാസ് അതിലൊക്കെ നമുക്ക് പിന്നീട് വരാം. പക്ഷേ ഇന്ന് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ദർ ആർ ഡിറ്റർമിനിസ്റ്റിക് മോഡൽസ്, പക്ഷേ ഇൻഡിറ്റർമിനിസ്റ്റിക് മോഡൽസ് ആർ പ്രോബ്ലി മോർ കോമൺലി taught than the deterministic ones. ഞാൻ പിന്നീട് അതിലേക്ക് വരാം. അപ്പോൾ പ്രോബബിലിറ്റി സയൻസ് ഈസ് റൈറ്റ് അറ്റ് ദ ഹാർട്ട്. ഇനി നാച്ചുറൽ സയൻസസിൽ മാത്രമല്ല, ഇക്കണോമിക്സ്, ലോ, പബ്ലിക് പോളിസി, എല്ലാ സ്ഥലങ്ങളിലും, ക്രിക്കറ്റും സ്പോർട്സും എല്ലായിടത്തും സാധ്യത ശാസ്ത്രം, പ്രോബബിലിറ്റി സയൻസ് ഈസ് ബീയിങ് യൂട്ടിലൈസ്ഡ്. ബർട്രൻഡ് റസലിൻ്റെ വാക്കുകളിൽ പ്രോബബിലിറ്റി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഇൻ മോഡേൺ സയൻസ്. ആധുനിക ശാസ്ത്രത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ബർട്രൻഡ് റസൽ, ഹു വാസ് എ ഫിലോസഫർ ഓഫ് സയൻസ് ഫ്രം ദ ലാസ്റ്റ് സെഞ്ചുറി, അദ്ദേഹം പറയുന്നത് ഈസ് പ്രോബബിലിറ്റി. പിന്നെ അദ്ദേഹം പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം, എസ്പെഷ്യലി ആസ് നോബഡി ഹാസ് ദ സ്ലൈറ്റസ്റ്റ് നോഷൻ ഓഫ് വാട്ട് ഇറ്റ് മീൻസ്. സാധ്യത ശാസ്ത്രം എന്താണെന്ന് നമുക്കറിയില്ല, പക്ഷേ സാധ്യത ശാസ്ത്രമാണ് ആധുനിക ശാസ്ത്രത്തിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. വെരി ക്വിക്ക്ലി ടു ദ നെക്സ്റ്റ്. ക്രിസ്ത്യാനിറ്റിക്ക് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഈ പകിട കളിയൊക്കെയും എക്കാലത്തും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആസ് ഫാർ ആസ് വി കൻ നോ ഹിസ്റ്ററി. It will definitely go to the ancient Greeks and Persians and Babylonians and even in Egypt. അപ്പോൾ ക്രിസ്ത്യാനിറ്റിക്ക് മുമ്പുണ്ടായിരുന്ന കൾച്ചേഴ്സിൽ റാൻഡംനെസ് വാസ് എ മിസ്റ്റീരിയസ്, അല്ലെങ്കിൽ ഒരു മിസ്റ്ററി ആയിട്ടാണ് റാൻഡംനെസ്സിനെ കണ്ടിരുന്നത്. എന്തായിരുന്നു റാൻഡം? അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പല കാര്യങ്ങളും നാം ചിന്തിക്കുന്ന പോലെ നടക്കുന്നില്ല.
നാളെ എന്ത് സംഭവിക്കും എന്നുള്ള ആങ്സൈറ്റി, നമ്മുടെ കർത്താവ് ആങ്സൈറ്റിയെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. അപ്പം വളരെ റാൻഡമായിട്ട് തോന്നിക്കുന്ന പല കാര്യങ്ങളും നേച്ചറിൽ, പ്രകൃതിയിലുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ പഠിക്കും, എങ്ങനെ അതിനെ ക്വാണ്ടിഫൈ ചെയ്യുവാൻ കഴിയും? നൗ ഫസ്റ്റ് ഓഫ് ഓൾ, ഈ പകിട കളി അല്ലെങ്കിൽ പകിട, ഡിസ്പൈറ്റ് ദ ഡൈസ് ബീങ് ത്രോൺ ഫോർ സെഞ്ച്വറീസ്, നൂറ്റാണ്ടുകളായിട്ട് പകിട എറിയുന്നുണ്ട്. പക്ഷെ അതിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ ആരും പറഞ്ഞില്ല, ഒന്ന് നിർത്തിക്കേ, നമുക്കതിൽ എന്തെങ്കിലും ഒരു പാറ്റേൺ ഉണ്ടോ എന്ന് നോക്കാമെന്ന് അരിസ്റ്റോട്ടൽ പറഞ്ഞില്ല, പ്ലേറ്റോ പറഞ്ഞില്ല, മുമ്പ് ജീവിച്ചിരുന്ന തത്വചിന്തകന്മാരോ മാത്തമാറ്റീഷ്യൻസോ പൈത്തോഗ്രസോ ഇവരാരും അങ്ങനെ ഒരു ആശയം അങ്ങനെ ചെയ്യാമെന്ന് പോലും ചിന്തിച്ചിരുന്നില്ല. നമുക്ക് ചില സ്പാർക്കുകൾ ചില എഴുത്തുകാരിൽ കിട്ടും, ഞാനത് വായിക്കുന്നില്ല സമയത്തിൻ്റെ പരിമിതി കൊണ്ട് തന്നെ. സീസറോ പോലുള്ള എഴുത്തുകാർ അത് നമുക്ക് പഠിക്കാനൊരു ശ്രമം നടത്താമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്, പക്ഷെ അവരത് നടത്തുന്നില്ല. സോ എന്തുകൊണ്ടാണ് ഈ ഇന്ത്യയിലോ ഈജിപ്തിലോ ഗ്രീസിലോ ഒന്നും അതൊരു പഠനമായിട്ട് സിസ്റ്റമാറ്റിക്കലി സ്ക്രൂട്ടനൈസ് ചെയ്യാതെ ക്രിസ്ത്യൻ യൂറോപ്പിൽ അത് പഠിക്കുവാൻ തുടങ്ങുവാൻ ഉള്ള കാരണം എന്താ? ഫസ്റ്റ് ഓഫ് ഓൾ, ഏൻഷ്യൻ മിത്തോളജീസിൽ, പുരാതനമായ മതങ്ങളിലൊക്കെ തന്നെ ഈ അൺനോൺ റാൻഡമായിട്ടുള്ള കാര്യങ്ങൾ ദൈവങ്ങളുടെ ഡൊമെയിൻ ആയിരുന്നു. ദൈവങ്ങളുടെ ഡൊമെയിൻ മാത്രമല്ല, ദൈവങ്ങൾക്ക് പോലും കൺട്രോൾ ഇല്ലാത്ത ഡൊമെയിൻ ആയിരുന്നു റാൻഡംനെസ്. ക്രമരഹിതമായത് അല്ലെങ്കിൽ റാൻഡമായിട്ടുള്ളത് ഈവൻ ദൈവങ്ങളുടെ സ്കോപ്പിൽ പോലും, പരിധിയിൽ പോലും വരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഗ്രീക്ക് മിത്തോളജി മാത്രമല്ല, ഞാൻ ഗ്രീക്ക് എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നേരത്തെ ഇവിടെ എനിക്കൊന്ന് ഫിന്നി അങ്കിളാണോ അതോ ആണെന്ന് തോന്നുന്നു, അരിസ്റ്റോട്ടേലിയൻ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ അരിസ്റ്റോട്ടേലിയൻ സയൻസ് ആയിരുന്നു ന്യൂട്ടൺ വരെ നിലനിന്നിരുന്ന കാര്യം സൂചിപ്പിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗ്രീസിനെ ഇച്ചൂടെ എംഫസൈസ് ചെയ്ത് പറയുന്നത്. പക്ഷേ മറ്റ് മതങ്ങളിൽ നിങ്ങൾക്ക് ഇത് തന്നെ കാണുവാൻ കഴിയും. ഗ്രീക്ക് മിത്തോളജിയിൽ ആദ്യം ദൈവങ്ങൾക്ക് മുമ്പ് വരുന്നത് കെയോസ് ആണ്, അഥവാ ഈ ക്രമരഹിതമായ ഡിസോർഡർ ആയതാണ് ആദ്യം വരുന്നത്. അത് കഴിഞ്ഞാണ് ദൈവങ്ങൾ പോലും വരുന്നത്. അപ്പം ദൈവങ്ങൾക്ക് മുൻപായിട്ടുള്ളത് കെയോസ് ആണ്. കെയോസിനെ ആർക്കും അടക്കി വെക്കുവാൻ കഴിയത്തില്ല. അരിസ്റ്റോട്ടൽ പോലും ചിന്തിച്ചിരുന്ന ദൈവത്തിന് പോലും, അല്ലെങ്കിൽ അരിസ്റ്റോട്ടലിന്റെ വിശ്വാസത്തിലുള്ള ദ ഫസ്റ്റ് കോസ്, ദ പ്രൈം മൂവർ, ദി അൺമൂവ്ഡ് മൂവർ, ആ ദൈവത്തിന് പോലും ഈ പ്രകൃതിയിൽ നടക്കുന്ന കണ്ടിൻജന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുവാൻ തക്ക, അല്ലെങ്കിൽ അതിനുള്ള ഇൻട്രസ്റ്റിൽ ഒരു ഡീയിസ്റ്റിക് ഗോഡാണ്. ഞാൻ ഇച്ചൂടെ സ്ട്രെസ് ചെയ്ത് പിന്നീട് പറയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കോൺസെപ്റ്റിനെ പറ്റി വായിക്കാൻ താല്പര്യമുള്ളവർക്ക് വായിക്കാം. ഇറ്റ് വാസ് കോൾഡ് കെയോസ് ഗോഡ്സ്. കെയോസ് ഗോഡ്സ് എല്ലാ മതങ്ങളിലും, നമ്മുടെ ഇന്ത്യയിൽ ഉൾപ്പെടെ കെയോസ് ഡീറ്റീസ് ഉണ്ട്. ആ ദൈവങ്ങൾ അല്ലെങ്കിൽ ആ ഡീമൺസിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ റാൻഡമായിട്ടുള്ള കാര്യങ്ങൾ അല്ലേ, ഈ ക്രമരഹിതമായി നാം ചുറ്റും കാണുന്ന ചാൻസിനെ പെർസോണിഫൈ ചെയ്യുന്നതാണ് കെയോസ് ഗോഡ്സ്. അപ്പോൾ അത്രയും വിശ്വാസങ്ങളായിരുന്നു. അപ്പം അതായത് പുരാതന കാലത്തിൽ ഗ്രീസിലും റോമിലും ഒക്കെ അവരുടെ ചിന്തയെന്ന് വെച്ചാൽ റാൻഡമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ദൈവം അല്ലെങ്കിൽ ദേവൻ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ തിരിച്ച് നാം ഒരു കാര്യം ഓർത്തിരിക്കണം, ഈ ഗോഡ് ഓഫ് ദ ഗ്യാപ്സ് ഒക്കെ ഇന്ന് നമുക്കെതിരെ പറയുന്നവരോട് നമുക്ക് തിരിച്ചു പറയാനുള്ള മറുപടി ഉണ്ട്. ഒരിക്കലും ക്രിസ്ത്യൻ തിയോളജി ഗോഡ് ഓഫ് ദ ഗ്യാപ്സ് പ്രൊമോട്ട് ചെയ്തിട്ടില്ല. പുരാതന കാലത്തിലും മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും അതിൻ്റെ മേലെല്ലാം വാഴുന്നവനായ ദ വൺ ഹൂ ഇസ് ട്രാൻസെൻഡന്റ് അബവ് ഇറ്റ്, അങ്ങനത്തെ ഒരു ദൈവത്തെയാണ് ക്രിസ്ത്യാനിറ്റി പഠിപ്പിച്ചത്. ജനസിസ് എഴുതി തുടങ്ങുമ്പോൾ തന്നെ ആ കാലഘട്ടത്തിൽ സൂര്യനോ ചന്ദ്രനോ എന്താണെന്നുള്ള ബോധ്യം മനുഷ്യർക്കില്ല. അവർക്കെല്ലാം സൂര്യദേവനും ചന്ദ്രദേവനും ആയിരുന്നു. പക്ഷേ അന്നും അത് എഴുതി തുടങ്ങുമ്പോഴും ജനസിസിൽ ഉൽപ്പത്തിയിലെ എഴുത്തുകാരൻ പറയുകയാണ്, ദൈവം അവയെ സൃഷ്ടിച്ചു. God created them. അതുകൊണ്ട് അൺനോൺ ആയിട്ടുള്ള കാര്യങ്ങൾ ദൈവമാണെന്ന് പറയുന്ന ഒരു റൂള് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഗോഡ് ഓഫ് ദ ഗ്യാപ്സ് മെന്റാലിറ്റി ക്രിസ്ത്യാനിറ്റിക്കും ജുഡായിസത്തിനും ഒരു കാലത്തും ഇല്ലായിരുന്നു. ദ ഗോഡ് ഓഫ് ക്രിസ്ത്യാനിറ്റി വാസ് ബിഫോർ കെയോസ്. ഞാൻ പറഞ്ഞല്ലോ, കെയോസ് കഴിഞ്ഞിട്ട് ഡിസോർഡർനെസ് കഴിഞ്ഞിട്ടാണ് മറ്റു മതങ്ങളിലൊക്കെ ഈ ദേവന്മാർ വരുന്ന കാണുവാൻ വി ക്യാൻ സീ ദാറ്റ്. പക്ഷേ ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങനെയല്ല. ഹീ വാസ് അബവ് ദ വാട്ടേഴ്സ് അല്ലേ, ആ പാടും ശൂന്യവുമായി ഡിസോർഡറായി കിടന്നതിൻ്റെ മീതെ വാഴുന്നവൻ, അതിൻ്റെ മീതെ അതോറിറ്റി ഉള്ള ദൈവം. ആ ഒരു കോൺട്രാസ്റ്റിലേക്ക് ഒരു രണ്ട് കാര്യം കൂടെ പറയാനുണ്ട്. പക്ഷെ അതിനു മുമ്പ് ദ റോമൻ ഗോഡസ് ഫോർച്യൂണ അല്ലേ, ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞ കെയോസ് ദേവന്മാരുടെ കൂട്ടത്തിൽ, ദേവികളോ ദേവന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പോപ്പുലറായ പേരാണ് ഫോർച്യൂണ. ഈ ഫോർച്യൂനേറ്റ് എന്നൊക്കെ നമ്മുടെ വാക്ക് ആ ദേവതയുടെ അല്ലെങ്കിൽ ആ ഗോഡസിൻ്റെ നിന്നാണ് വരുന്നത്. മേ ബി നെക്സ്റ്റ് സ്ലൈഡ് ഇഫ് യു ക്യാൻ ജസ്റ്റ് പുട്ട് ഇറ്റ്. ബേസിക്കലി ഈ നിങ്ങൾ ആ ദേവതയുടെ ഇറ്റ്സ് എ ഇമേജ് ഓഫ് ദാറ്റ് ഗോഡസ്. കണ്ണ് മൂടി അല്ലെങ്കിൽ ബ്ലൈൻഡ് ഫോൾഡഡ്. ആ മുഴുവൻ ചിത്രം
ഇവിടെ ഇല്ല, ബട്ട് യുനോ ഇറ്റ് വിൽ ബി റൈഡിങ് ഓൺ എ വീൽ, എ ഫിക്കിൾ വീൽ. അത് അതിൻ്റെ ആർബിട്രറിനെസ് ആണെന്ന് കാണിച്ച്, അഥവാ യുനോ കണ്ണു മൂടി തോന്നുന്ന വണ്ണം ആർബിട്രറി ആയിട്ട് ഇന്ന് എന്തെങ്കിലും ചെയ്താൽ നാളെ വേറെ എന്തെങ്കിലും ചെയ്യും, അങ്ങനത്തെ ഒരു ദേവതയായിരുന്നു ഫോർച്യൂണ. ജൂലിയസ് സീസർ ഒക്കെ അദ്ദേഹത്തിൻ്റെ ലൈഫ് തന്നെ വാസ് ഡിവോട്ടഡ് ടു ദ ഗോഡസ് ഫോർച്യൂണ. അപ്പം ഫോർച്യൂണ ആയിരുന്നു റോമൻ ചിന്ത അനുസരിച്ച് യുനോ ചാൻസും റാൻഡംനെസ്സിൻ്റെയും ദേവത എന്ന് പറഞ്ഞാൽ ഫോർച്യൂണ ആയിരുന്നു. അപ്പം ഫോർച്യൂണയിൽ ആശ്രയിച്ചായിരുന്നു അന്ന് വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പ്ലൈനി ദി എൽഡർ നാച്ചുറൽ ഹിസ്റ്ററിയിൽ ക്രിസ്തുവിൻ്റെ ഒക്കെ ആ സമയത്തിന് ജീവിച്ചിരുന്ന റോമൻ ഫിലോസഫറും സെനേറ്ററുമായിരുന്ന പ്ലൈനി ദി എൽഡർ പറയുന്നത് കേൾക്കണം. എവ്രിവെയർ ഇൻ ദ ഹോൾ വേൾഡ് ഇനി ഇതാണ് നാച്ചുറലിസത്തിൻ്റെ പിതാവ് കേട്ടോ. ഹി ഈസ് യുനോ വൺ ഓഫ് ദ pioneers of naturalism. പക്ഷെ അദ്ദേഹം തന്നെ പറയുകയാണ്, everywhere in the whole world, at every hour by everyone's voices, Fortuna alone is invoked and named, alone accused, alone impeached, alone pondered, alone applauded, alone rebuked and visited with reproaches, deemed volatile, and indeed by most people blind, as well wayward, inconsistent, uncertain, fickle, അതായത് സ്ഥിരതയില്ല, in her favors and favoring the unworthy. We are so much at the mercy of chance, ഇനി കേട്ടോണം, that chance herself takes the place of God. അഥവാ ചാൻസ് തന്നെ ദൈവങ്ങളുടെ സ്ഥലത്ത് നമുക്ക് we can think of it like that. പക്ഷേ ഇതിൽ നിന്നെല്ലാം മാറിയായിരുന്നു ക്രിസ്ത്യാനിറ്റി. ഇവിടെ ഒരു രസകരമായൊരു നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാവുന്ന കാര്യമാണ്. റോമൻ റിപ്പബ്ലിക് വീണ് റോമൻ എംപയർ വരുന്നത് വെൻ ജൂലിയസ് സീസർ ഫോട്ട് ദ സിവിൽ വാർ അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ്. അദ്ദേഹം റൂബിക്കോൺ റിവർ ക്രോസ് ചെയ്യുന്ന രംഗമുണ്ട്. ആ റൂബിക്കോൺ റിവറിൽ ക്രോസ് ചെയ്താൽ അദ്ദേഹത്തിന് മിലിറ്ററി ക്യാമ്പയിനിൽ he'll have to fight the state. അങ്ങനെ ഫൈറ്റ് ചെയ്താണ് ജൂലിയസ് സീസർ becomes a dictator for life. അല്ലെങ്കിൽ റോമൻ എംപയർ സ്ഥാപിക്കപ്പെടുന്നതും ചരിത്രത്തിലെ ഏറ്റവും വലിയ മുഹൂർത്തമായ സംഭവമായിരുന്നു ക്രോസിംഗ് ഓഫ് ദ റൂബിക്കോൺ. ഇന്നും ഇംഗ്ലീഷ് ഭാഷയിൽ ക്രോസിംഗ് ദ റൂബിക്കോൺ എന്ന് പറഞ്ഞാൽ ഇനിയും ഒരു പിന്നോട്ടൊരു യാത്രയില്ല. നമ്മളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനാണ് പറയുന്നത് ക്രോസിംഗ് ഓഫ് റൂബിക്കോൺ. എനിവേ ആ സംഭവത്തിൽ തിരിച്ച് റൂബിക്കോൺ റിവർ ക്രോസ് ചെയ്താൽ ജൂലിയസ് സീസർ ഹാസ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ റോമൻ റിപ്പബ്ലിക് അല്ലെങ്കിൽ റോമൻ സെനേറ്റിനെതിരെ യുദ്ധം ചെയ്യേണ്ട ആ അവസ്ഥയിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ ഫേമസ് ആണ്. അലിയോ യാക്ട എസ്റ്റ്, വിച്ച് മീൻസ് ദ ഡൈ ഹാസ് ബീൻ കാസ്റ്റ്. സുട്ടോണിയസ് ആണ് ആ ഹിസ്റ്ററി രേഖപ്പെടുത്തുന്നത്. അഥവാ നാം വായിക്കുന്നത്, അദ്ദേഹം ആ റിവറിൻ്റെ അടുത്തേക്ക് വരുമ്പം വരെ അദ്ദേഹം അൺഡിസൈഡഡ് ആയിരുന്നു. ഹി ഹാഡ് സം സൂപ്പർ നാച്ചുറൽ വിഷൻ. അതിൻ്റെ പുറത്ത് ഫ്രം വാട്ട് വി അണ്ടർസ്റ്റാൻഡ് ഹി കാസ്റ്റ് എ ഡൈ. കാരണം അന്നത്തെ ആസ്ട്രോളജേഴ്സും അന്നത്തെ ഡിവൈനേഴ്സും ഒക്കെ ദേ യൂസ് ടു കാസ്റ്റ് എ ഡൈ. അതായിരുന്നു അന്നത്തെ അൽഗോരിതം. ഐ കം ടു ദാറ്റ് ലേറ്റർ. പക്ഷേ ഏലിയ അയാക്ട എസ്റ്റ്, ലെറ്റ് ദ ഡൈ ബി കാസ്റ്റ്. കാരണം ഡൈ കാസ്റ്റ് ചെയ്തപ്പോഴത്തേന് പകിട ഇട്ടപ്പെടുത്തേന് യുദ്ധത്തിന് പോകണം. അതാണ് ഫോർച്യൂണ ദേവി പറയുന്നത്. അപ്രകാരം അഥവാ ആ കാലഘട്ടത്തിലെ പ്രഡിക്റ്റീവ് അൽഗോരിതം, അടുത്തത് എന്ത് നടക്കും, അല്ലെങ്കിൽ ഒരു മിലിറ്ററി ക്യാമ്പയിന് പോകണോ, പബ്ലിക് പോളിസി എങ്ങനെയാണ് നാം ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ ഇക്കണോമിക്സ് എങ്ങനെയാണ് നടക്കേണ്ടത്, അതെല്ലാം തീരുമാനിച്ചത് ഡിവിനേഷൻ ആയിരുന്നു, വെളിച്ചപ്പാടായിരുന്നു. ഇന്നും ഈ കഴിഞ്ഞ ആഴ്ചത്തെ വാർത്ത നിങ്ങൾ കണ്ടു കാണും. നമ്മുടെ ഇന്ത്യയിലെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഫോർമർ ചീഫ് ഓഫ് ദ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അവരുടെ എതിരെ ഇപ്പം കേസ് നടക്കുക. എന്താണ് കാരണം ഹിമാലയത്തിലൊരു ഗുരുവിനെ തേടി അവർ പറയുന്നത് അനുസരിച്ചായിരുന്നു പുള്ളിക്കാരത്തി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ഞെട്ടിപ്പിക്കുന്ന വാർത്തയല്ലേ? എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇന്നും ആ ചിന്തകൾ മാറാതെ നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും ഡിവിനേഷൻ ഇന്നും ഇത്രയും ഉന്നതമായ സ്ഥലങ്ങളിൽ പോലും നിൽക്കുവാനുള്ള കാരണം? ബിക്കോസ് ഇറ്റ് ഈസ് സോ മച്ച് ഡീപ്പ് റൂട്ടഡ് ഇൻ എ തിയോളജി ആൻഡ് എ കൾച്ചർ. എനിവേ, എന്നെ ഇക്കണോമിക്സ് പഠിപ്പിച്ച അധ്യാപകൻ, അദ്ദേഹത്തിൻ്റെ പേര് ഇന്ദ്രദീപ് ഘോഷ്, എ ബ്രില്യൻറ്റ് ഇക്കോണമിസ്റ്റ്, എഡ്യൂക്കേറ്റഡ് ഫ്രം കേംബ്രിഡ്ജ്, PhD ഫ്രം MIT. അദ്ദേഹം ഇന്ന് ദ്വാര റിസർച്ച് സെൻറ്ററിലെ ഡയറക്ടറാണ്, അറിയപ്പെടുന്ന ഇക്കോണമിസ്റ്റാണ്. അദ്ദേഹം ക്ലാസ്സുകൾ നടക്ക് അദ്ദേഹം പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ ഫിനാൻഷ്യൽ മോഡലൊക്കെ ഞാൻ ഇവിടെ വരച്ച് കാണിച്ചു, അല്ലെങ്കിൽ ബ്ലാക്ക് ഷോൾസ് മോഡലും അതും ഇതുമെല്ലാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നാളെ പോയി സ്റ്റോക്ക് എടുക്കാൻ പോകുന്ന, ഷെയർസ് വാങ്ങിക്കാൻ പോകുന്ന ആൾക്കാർ ഈ മോഡൽ വെച്ചല്ല വായിക്കുന്നത്. ആദ്യം പൂജാമുറിയിൽ കയറും, അവിടെ ഒരു കളി നടത്തിയിട്ടാണ് സംഭവം ചെയ്യാൻ പോകുന്നത്. അപ്പം അദ്ദേഹം എല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം പറയും ഇറ്റ് ഈസ് ഓൾ ഡിവിനേഷൻ. അതാണ് ഇന്നും മാറിയിട്ടില്ല. അത് നമ്മുടെ ഇന്ത്യയിലൊക്കെ ഇന്നും അത് തന്നെയാണ് പ്രഡിക്ഷൻ. അത് വെച്ചാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. എനിവേ,
അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിന്നും ഒരു മാറ്റം വാസ് ആബ്സല്യൂട്ട്ലി നെസസറി. ആബ്സല്യൂട്ട്ലി നെസസറി. ഞാൻ പറഞ്ഞില്ലേ, യാക്ട എസ്റ്റ് ലെറ്റ് ദ ഡൈ ബി കാസ്റ്റ് എന്ന് പറയുമ്പോൾ നാം ഒരു കാര്യം ഓർക്കണം. പ്രൊവേർബ്സ് സദൃശവാക്യങ്ങൾ അല്ലേ, പ്രൊവേർബ്സ് 16:33 നാം വായിക്കുന്നത്, NLT വേർഷൻ, വി മേ ത്രോ ദ ഡൈസ്, പകിട നാം എറിയും, ദൈവം അതിൻ്റെ, ഗോഡ് ഡിറ്റർമൈൻസ് ഹൗ ദേ ഫോൾ. ദിസ് വാസ് എ റെവല്യൂഷണറി തോട്ട്. നാം ചീറ്റിടുമ്പോഴും അതിൻ്റെ കോൺസിക്വൻസും ആ റാൻഡംനെസ്സിൽ നിന്ന് ഉരുവായി വരുന്നത് എന്താണെന്ന് കൃത്യമായി അറിയാവുന്നത് ഫോർച്യൂണയ്ക്കല്ല, അത് ഇസ്രായേലിലെ ദൈവത്തിനാണ്. ഗോഡ് നോസ് ദാറ്റ്. അതുകൊണ്ട് തന്നെ ഇന്നും ചില അഭ്യാസമൊക്കെ നിരീശ്വരവാദികൾ കാണിക്കും. അരിസ്റ്റോട്ടലിൻ്റെയും പ്ലേറ്റോൻ്റെയും അല്ലെങ്കിൽ സോക്രട്ടസിൻ്റെ ഒക്കെ ദൈവം അല്ലെങ്കിൽ അവരുടെ സങ്കല്പത്തിൽ നിന്നാണ് ആധുനിക ശാസ്ത്രം വന്ന. ഒരിക്കലുമല്ല. ചരിത്രകാരന്മാർ എന്തുകൊണ്ടാണ് ചരിത്രം ഇന്ന് തിരുത്തി എഴുതുവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഈ വിശ്വാസങ്ങൾ ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ ചരിത്രത്തിൽ നാം നോക്കിയാൽ ശാസ്ത്രത്തിൻ്റെ പിതാക്കന്മാരെന്നറിയപ്പെടുന്ന വ്യക്തികളുടെ അവിടെ എഴുത്തുകളിൽ തന്നെ ഉണ്ട്. അരിസ്റ്റോട്ടലിൻ്റെയും സോക്രട്ടസിൻ്റെയും പ്ലേറ്റോൻ്റെയും ദൈവമല്ല ആധുനിക ശാസ്ത്രത്തെ സൃഷ്ടിച്ചത്. അത് സാക്ഷാൽ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. ദ ഗോഡ് ഓഫ് ദ Jews and the Christians. അത് I will quote relevant historians to back my claim. Now, very little is done in this area, as I said. Florence Nightingale David, is an was an eminent statistician. പറയുന്നത് ഇങ്ങനെ, ഇൻ ദ ബുക്ക് ഗെയിംസ്, ഗോഡ്സ് ആൻഡ് ഗാംബ്ലിംഗ്, വളരെ ചുരുക്കത്തിൽ തന്നെ എന്തുകൊണ്ടായിരിക്കണം പ്രോബബിലിറ്റി പഠിക്കുവാൻ ആ കാലഘട്ടത്തിൽ ഒരു റിലക്റ്റൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ശ്രമം നടക്കാഞ്ഞേണ്ട കാരണമായിട്ട് പറയുന്നത് ഇങ്ങനെ. മോർ പല സാധ്യതകൾ അവിടെ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ജസ്റ്റ് വാണ്ട് ടു യുവർ അറ്റൻഷൻ, എ മോർ പ്ലോസിബിൾ പോസിബിലിറ്റി ഈസ് ദാറ്റ് സ്പെക്കുലേഷൻ ഓൺ സച്ച് എ സബ്ജക്ട് might bring with it a charge of impiety, in that it could be represented as an attempt to penetrate into the mysteries of the deity. This reluctance to probe, quote unquote, this reluctance to probe may have been the biggest stumbling block to the bridling of the random element in its simplest form. അഥവാ റാൻഡമായിട്ടുള്ള ക്രമത്തിന് കീഴിൽ വരാത്ത ഈ വസ്തുതയെ നമുക്ക് അടക്കി വെക്കുവാൻ കഴിയും, പഠിക്കുവാൻ കഴിയും എന്നുള്ള ഒരു ആശയം അവിടെ വരാതിരുന്നേണ്ട കാരണമെന്ന് പറഞ്ഞാൽ, ഫോർ ദം അത് പഠിക്കാൻ ശ്രമിക്കുന്നത് പറഞ്ഞാൽ എന്താ, ദൈവങ്ങളുടെ ഏരിയയിൽ കയറി അന്വേഷിക്കുക. അതുകൊണ്ട് അങ്ങനെ ഒരു ശ്രമം ഒരിക്കലും അവിടെ നടന്നില്ല. ഇത് ഈവൻ ഇസ്ലാമിക് വേൾഡിലും ദർ വാസ് ഡിവിനേഷൻ, എല്ലാ കൾച്ചേഴ്സിലും ഉണ്ടായിരുന്നു. പക്ഷേ ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ദിസ് ഇസ് എ കോമൺ ഫാക്ട്, ഇറ്റ്സ് എ നോൺ ഫാക്ട്, ദാറ്റ് ഡിവിനേഷൻ, വെളിച്ചപ്പാട് ആദ്യമായിട്ട് ലോ വഴി ബാൻ ചെയ്തത് ക്രിസ്ത്യാനിറ്റിയാണ്. ക്രിസ്ത്യാനിറ്റി എവിടൊക്കെയും ചെന്നോ, ക്രിസ്ത്യാനിറ്റി ഏതൊക്കെ സ്ഥലങ്ങളിൽ ചെന്നോ അവിടെ വെളിച്ചപ്പാടും ഡിവിനേഷനും, ഇനിയും പ്രഡിക്ഷൻ ചെയ്യണമെങ്കിൽ ഈ പകിടുകളി പറ്റത്തില്ല. എന്തെങ്കിലും കോൺക്രീറ്റായിട്ടും ഡേറ്റ വെച്ചും എന്തെങ്കിലും സംസാരിക്കണം. ആ ഒരു ശ്രമം ഗ്രീക്സിൻ്റെ ഇടയിൽ they did not do that. So this is what John Dickson, യൂണിവേഴ്സിറ്റി ഓഫ് സിഡ്നിയിലെ ചരിത്രകാരനായ ജോൺ ഡിക്സൺ പറയുന്നത് ഇങ്ങനെ: ടു ടെസ്റ്റ് എ ഹൈപ്പോത്തസിസ് ബൈ എക്സ്പീരിയൻസ് assumes that the universe cannot be explained by logic. That was not established option for the Greeks after Parmenides and Aristotle. To believe in testing for truth, you have to doubt the eternal rationality of the universe and your own powers of deduction. The Greeks were not in any mood for that. രണ്ട് കാര്യം: ഒന്ന്, ഈ യൂണിവേഴ്സ് ഇറ്റേണലും റാഷണലും ആണെന്നുള്ള ആ ബിലീഫ് യു ഹാവ് ടു റിജക്ട്. രണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ട് എല്ലാം സാധിക്കും എന്നുള്ള ഒരു പരിപാടിയും നടക്കത്തില്ല. ഈ രണ്ട് കാര്യവും വളരെ എസെൻഷ്യൽ ആയിരുന്നു പ്രോബബിലിറ്റി പഠിക്കുവാൻ. അത് എങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റി സാധിപ്പിച്ചെന്നിലാണ് നാം നെക്സ്റ്റ് വരുവാൻ പോകുന്നത്. നൗ ആസ് ഐ സെഡ്, ഇവിടെ തന്നെ ഒരു കോട്ടും കൂടെ അതേ മേഖലയിൽ തന്നെ വായിക്കണം ഞാൻ. ആസ് ഐ സെഡ് റൈറ്റ്, ഒരു പകിട ഇടുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്ന് ശലോമോൻ പണ്ടേ എഴുതി, നമുക്കറിയില്ല, പക്ഷേ ദൈവത്തിനറിയാം. ഈ കെയോസ് എന്ന് പറഞ്ഞ, ഡിസോർഡർ എന്ന് പറഞ്ഞ ഐഡിയ ബ്രിഡിൽ ചെയ്യാൻ പറ്റത്തില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയായിരുന്നു ആ കാലഘട്ടത്തിലെ കൾച്ചേഴ്സ് വിശ്വസിച്ചിരുന്നത്.
പക്ഷേ സങ്കീർത്തനം 93 നിങ്ങൾ ചെന്നാൽ 93 സങ്കീർത്തനം തുടങ്ങുന്നത് എങ്ങനെയാ? യഹോവ വാടുന്നു, ദ ലോർഡ് റെയിൻസ്. പിന്നീട് താഴോട്ട് നമ്മൾ വായിക്കുമ്പോഴത്തേന് പ്രവാഹങ്ങൾ ഉയരുകയാണ്. ആ പ്രവാഹങ്ങൾ എന്ന് പറയുന്ന വെള്ളമെന്ന് പറയുന്നത് ജൂയിഷ് ചിന്താഗതിയിൽ കെയോസ് ആണ്, റാൻഡംനെസ് ആണ്. അത് ഉയരുകയാണ്. പക്ഷെ എന്നിട്ട് പറയുകയാണ് മൈറ്റിയർ ദെൻ ദ തണ്ടേഴ്സ് ഓഫ് ദ വാട്ടേഴ്സ്. ഈ പ്രവാഹങ്ങളെക്കാളും വലിയവനാണ്, ഈസ് മൈറ്റിയർ ഈസ് ഗോഡ്. അവൻ വാഴുന്നു, അവൻ ഈ പ്രവാഹങ്ങളുടെ മേലും വാഴുന്നു. ഈ റാൻഡംനെസിന്റെ മേലും ഈ ചാൻസിന്റെ മേലും സുപ്രീമായിട്ട് റെയിൻ ചെയ്യുന്ന ദൈവം. സോ ഇറ്റ് ഈസ് നോട്ട് ചാൻസ് ദാറ്റ് റെയിൻസ് സുപ്രീം, ഇറ്റ് ഈസ് ഗോഡ് ഹു റെയിൻസ് സുപ്രീം. ആന്റണി ഗാരറ്റ്, ഫിലോസഫർ ഓഫ് പ്രോബബിലിറ്റി, പുള്ളിക്കാരൻ എഴുതുന്നത് ഇങ്ങനെ: ദാറ്റ് എവറിത്തിങ് ഹാഡ് എ കോസ് because everything was part of the divine plan, and that because the author of that plan had made a full revelation of himself and of where in what form ultimate truth lay, causes were in principle knowable by man who is in the image of that author. The Christian Manifesto, the Christian Manifesto set by Augustine of Hippo as the empire was collapsing lays great stress on this. This belief, this belief is a necessary precursor to the systematic character of Western science. Since if you do not believe that, you are able to find, that you are able to find out the truth, you will never look for it nor recognize it when you stumble upon it. ബ്രാക്കറ്റിൽ എഴുതുന്ന ആ ഭാഗം നിങ്ങളൊന്ന് ജസ്റ്റ് ഓടിച്ച് നോക്കുവാണെങ്കിൽ ജസ്റ്റ് നോക്കിയാൽ മതി. കാരണം ലാപ്ലാസ്, നമുക്കറിയാം, നിരീശ്വരവാദികൾ പറയുന്ന ഒരു പേരാണ്. ലാപ്ലാസ് പറഞ്ഞത് എനിക്ക് ആ ഹൈപ്പോത്തസിൻ്റെ ആവശ്യമില്ലെന്ന്, ദൈവം ഉണ്ടെന്നുള്ള ഹൈപ്പോത്തസിൻ്റെ ആവശ്യമില്ലെന്ന്. പക്ഷേ ലാപ്ലസിൻ്റെ എഴുത്തുകൾ, ലാപ്ലസ് പിന്നീട് പ്രോബിലിറ്റിയിൽ ഒത്തിരി സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് ലാപ്ലസ്. പക്ഷേ ലാപ്ലസ് വരെ ഒരു ഡിറ്റർമിനിസ്റ്റിക് ഐഡിയ ആണ് എടുത്തത്. ഇതെല്ലാം റാൻഡം അല്ല. ലാപ്ലസ് എഴുതുന്ന വാക്കുകൾ ലാപ്ലസിന് മുമ്പ് ലെബനസ് എഴുതുന്ന അതേ ആശയം തന്നെ കടമെടുത്തുകൊണ്ട്, ലെബനസ് വാസ് എ ക്രിസ്ത്യൻ തിയോളജിയൻ, ആ ആശയങ്ങളാണ് പിന്നീട് ലാപ്ലസ് രേഖപ്പെടുത്തുന്നത്. ഇവിടെ വേറൊരു ഡിസ്റ്റിങ്ഷൻ കൂടെ ഉണ്ട്. ഇഫ് യു കൻ ജസ്റ്റ് പുട്ട് അപ്പ് ദ കോഡ് ബൈ Ladislaw was again a philosopher of probability. ഞാൻ പറഞ്ഞല്ലോ ഈ ഏരിയയിൽ അധികം ഒന്നും ആൾക്കാർ എഴുതിയിട്ടില്ല, ബട്ട് there are some little snippets that you can find, right? അദ്ദേഹം പറയുന്നത് ഈ ഓണ്ടോളജിയും എപ്പിസ്റ്റമോളജിയും തമ്മിലൊരു വ്യത്യാസം ഉണ്ടെന്നുള്ള ഒരു ആശയം വാസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഒരു കാര്യം അതിൻ്റെ ആക്ച്വൽ നേച്ചറും, ഇപ്പം ഫോർ എക്സാമ്പിൾ, അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, 1000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു വ്യക്തി പറയുകയാണ്, നാം നോക്കുമ്പോഴത്തേന് സൂര്യൻ നമുക്ക് ചുറ്റുമാണ് പോകുന്നത്, അതുകൊണ്ട് സൂര്യൻ നമ്മുടെ ചുറ്റിനുമാണോ ആയിരുന്നു ആ കാലത്ത് പൊയ്ക്കൊണ്ടിരുന്നത്. ജസ്റ്റ് ബിക്കോസ് വി ആർ സീയിങ് ലൈക്ക് ദാറ്റ്, ആ കാലഘട്ടത്തിൽ എല്ലാ മനുഷ്യരും അത് തന്നെയായിരുന്നു, അവരുടെ അറിവ് അതായിരുന്നു അല്ലേ. അവരുടെ അറിവ് സൂര്യനാണ് ചുറ്റിനും പോകുന്നത്. പക്ഷേ അങ്ങനെ അവരുടെ അറിവായിരുന്നത് കൊണ്ട് അങ്ങനെ അല്ലായിരുന്നു വസ്തുത. അന്നും ഓണ്ടോളജി, അന്നും സൂര്യൻ ഭൂമിക്ക് ചുറ്റുമല്ല, ഭൂമി സൂര്യന് ചുറ്റുമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ അറിവിന്, അതോ നമ്മുടെ അറിവ് കേടിന്, നമ്മുടെ അറിവ് കുറവാണെങ്കിലും അത് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളെ ബാധിക്കുന്നില്ല എന്നുള്ള വിശ്വാസം. ദിസ് ഇസ് മെൻഷൻ ബൈ Ladislaw was, I will just read one line of what he says. In the case of the notion of randomness, the consequence of God's omniscience was that the ambiguity of this notion has lost its ontological dimension and was reduced to simple epistemological negativity. ഇതന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. God knows the outcome of every toss of a die in advance, and it is only due to the finiteness of the human mind that the knowledge remains hidden from us. Thus a random event, at least from God's point of view, is precisely determined and therefore suitable. Notice that word. Therefore suitable for mathematical description. കാരണം ഇത് വെറും റാൻഡം അല്ല, ഇതിനൊരു ട്രൂത്ത് വാല്യൂ ഉണ്ട്. ഫ്യൂച്ചർ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു മൈൻഡെങ്കിലും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ മാത്തമാറ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ. ഒരിക്കലും നമുക്ക് ഫ്യൂച്ചർ കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയത്തില്ലായിരിക്കാം, പക്ഷേ അതൊരു മാത്തമാറ്റിക്കൽ ഡിസ്ക്രിപ്ഷനിൽ ഒതുക്കുവാൻ കഴിയും. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ ഏറ്റവും അധികം യൂസ് ചെയ്യുന്നൊരു കാര്യമാണ് പ്രൊപ്പൻസിറ്റി മോഡൽസ് അല്ലേ. അതായത് അടുത്ത മാസം ഏത് കസ്റ്റമേഴ്സാണ് കടകളിൽ വരാൻ പോകുന്നതെന്ന് പ്രഡിക്റ്റ് ചെയ്യണം. ആ പ്രഡിക്റ്റ് ചെയ്യുന്നത് അവിടെ നിങ്ങളുടെ പ്രോബിലിറ്റി കൂടുതലാണെങ്കിലാണ് നിങ്ങളുടെ ഫോണിൽ ഒരു മെസ്സേജ് വരുന്നത്, 50% ഡിസ്കൗണ്ട് ഉണ്ട്, വൈ ഡോണ്ട് യു കം ആൻഡ് ഷോപ്പ്. കാരണം ഇരുന്ന് കുത്തി വർക്ക് ചെയ്യുന്ന ഡേറ്റാ സയൻറ്റിസ്റ്റിൻ്റെ പ്രൊപ്പൻസിറ്റി മോഡൽ അനുസരിച്ച് നിങ്ങളെ ടാർഗറ്റ് ചെയ്താൽ, അതായത് 100,000 കസ്റ്റമർ ബേസ് ഉണ്ടെങ്കിൽ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് ഇസ് നോട്ട് വർത്ത് ദ മണി. പക്ഷേ ആരെ ടാർഗറ്റ് ചെയ്യണമെന്ന് കറക്റ്റായിട്ട് പ്രഡിക്റ്റ് ചെയ്യുന്നത് വിൽ ബി ദാറ്റ് മോഡൽ. ഇന്ന ഫാക്ടേഴ്സ് വെച്ച് ഞങ്ങളത് പ്രഡിക്റ്റ് ചെയ്യും മുൻപോട്ട്.
ഇദ്ദേഹം വന്ന് ഷോപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് ചെയ്യണമെങ്കിൽ ഇതൊരു മാത്തമാറ്റിക്കൽ ഫോർമുല y is equal to function of എക്സിൻ്റെ ഉള്ളിൽ വരണം. Now, as I said, Christianity banned, outlawed divination. Old Testament law, Deuteronomy 18 verse 10. ആവർത്തന പുസ്തകം 18-ാം അധ്യായം 10-ാം വാക്യത്തിൽ divination was already forbidden. പക്ഷേ ക്രിസ്ത്യാനിറ്റി വന്നതോടുകൂടെ വെളിച്ചപ്പാടും ഈ ആൽഗോരിതം പറ്റത്തില്ല. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 19-ാം വാക്യത്തിൽ എഫെസോസിൽ ചെല്ലുന്ന പൗലോസ് അവിടെ വചനം സംസാരിച്ച് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ആഫ്റ്റർ ഹി സ്പീക്സ് ദ ഗോസ്പൽ, അവിടെ നടക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ മന്ത്രവാദികളെല്ലാം അവരുടെ ബുക്സ് കൊണ്ടുവന്ന് കത്തിച്ച് കളഞ്ഞെന്ന്. കാരണം ഇനി അത് പറ്റത്തില്ല. അല്ലെങ്കിൽ ഫ്യൂച്ചർ അറിയാവുന്ന ഒരു ദൈവം, അതാണ് അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ ഗ്രീക്ക് തത്വചിന്തകന്മാരുടെ തട്ടകത്തിൽ കയറി നിന്നുകൊണ്ട് പറഞ്ഞ്, നിങ്ങൾ അൺനോൺ എന്ന് പറയുന്നതിനെ ഞാൻ വെളിപ്പെടുത്തി തരാം. നിങ്ങൾക്ക് അൺനോൺ ആണ്, നിങ്ങൾക്കറിയില്ല. ബട്ട് വാട്ട് യു വർഷിപ്പ് ആസ് ദി അൺനോൺ, ലെറ്റ് മീ റിവീൽ ദാറ്റ് ടു യു. That was an absolute game changer. I mean, I don't have time to describe all of that. രണ്ടാമത്തെ കാര്യം was a doctrine of creation. As I said, God was sovereign over chance and also over, regularity. So, ഈ ഒരു factor was very, very important. ഞാൻ നേരത്തെ വായിച്ച ആന്റണി ഗാരറ്റിൻ്റെ ഒരു ഭാഗം കൂടെ വേഗത്തിൽ വായിക്കുകയാണ്. A new ingredient was the doctrine of creation, establishing the sovereignty of a creator over the created, a distinction which makes possible a description of the created using only descriptive tools like mathematics that are themselves created, such is science. And then he says, these ideas together drive out pantheistic explanations involving reference to capricious or limited deities such as classisms. ഞാൻ നേരത്തെ പറഞ്ഞ ദേവതയുടെ പേരാണ് ഫോർച്യൂണ. അതായത് and justify seeking explanations for science claims of empirical correlations between things seen and not yet seen. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ഒരു ആശയം വന്നതുകൊണ്ട് ഇനി ക്ലാസിസത്തിലെ ഫോർച്യൂണായും അതുപോലത്തെ ദേവതകളെയും ആശ്രയിച്ചല്ല ഭാവി പ്രസ്താവിക്കേണ്ടത്, അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പ്രോബിലിറ്റി പറയേണ്ടത്. പക്ഷേ ഒന്ന്, ക്രിസ്ത്യാനിറ്റി വെളിച്ചപ്പാട് ബാൻ ചെയ്ത്, ഡിവിനേഷൻ വാസ് ഔട്ട്ലോഡ്. രണ്ട്, ഇത്തിരി തിയോളജിക്കൽ ആശയം വന്നപ്പോഴത്തേന് they were compelled to do a mathematical description of that idea very quickly. ഇത് ഇൻഫാക്ട് അഗസ്റ്റീനിയൻ എറായെപ്പറ്റി ഏറ്റവും ആധികാരികമായി പഠിക്കുന്ന ചരിത്രകാരന്മാരിൽ ഒരാളാണ് എഡ്വിൻ ജഡ്ജ്, ദി ഓസ്ട്രേലിയൻ ഹിസ്റ്റോറിയൻ. അദ്ദേഹം മാക്കരി യൂണിവേഴ്സിറ്റി. അദ്ദേഹം പറയുന്നത് ആധുനിക ലോകമെന്ന് പറയുന്നത് ഒരു സയൻറ്റിഫിക് മെത്തേഡിൽ വന്ന റെവല്യൂഷൻ്റെ ഭാഗമാണ്. ഇറ്റ്സ് എ റെവല്യൂഷൻ ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ദ സയൻറ്റിഫിക് മെത്തേഡ്. അതുകൊണ്ട് ആധുനിക ശാസ്ത്രം കടപ്പെട്ടിരിക്കുന്നത് ഏഥൻസിനോടോ അല്ലെങ്കിൽ ഗ്രീസിനോടോ അല്ല, യഹൂദന്മാരോടും ക്രിസ്ത്യാനികളോടും അല്ലെങ്കിൽ ജൂഡയോ ക്രിസ്ത്യൻ വിശ്വാസത്തോടും കൂടെയാണെന്ന്. സോ ദ ഡോക്ട്രിൻ ഓഫ് ക്രിയേഷൻ, ദ ഔട്ട്ലോയിങ് ഓഫ് ഡിവിനേഷൻ, ദ ഡോക്ട്രിൻ ഓഫ് കണ്ടിൻജൻസി, ഓണ്ടോളജി വേഴ്സസ് എപ്പിസ്റ്റമോളജി, ഇതൊക്കെ ക്രിസ്തീയ അല്ലെങ്കിൽ തത്വചിന്തയും ക്രിസ്തീയ ദൈവശാസ്ത്രത്തിനാണ് ഈ ഐഡിയാസ് എല്ലാം തന്നെ വരുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി തീർന്നത് ഈ പ്രോബബിലിറ്റി തിയറിയുടെ പിതാക്കന്മാരെന്ന് അറിയപ്പെടുന്ന രണ്ട് ആൾക്കാരാണ്. ഇഫ് യു ജസ്റ്റ് ഗൂഗിൾ ദ നെയിംസ്, ഫാദേഴ്സ് ഓഫ് പ്രോബബിലിറ്റി. ഒന്ന് ബ്ലെയ്സ് പാസ്കാൽ, രണ്ട് പേർ ഡെ ഫെർമാറ്റ്. നൗ പാസ്കാലിൻ്റെ ആക്ച്വലി നമുക്ക് പേർ ഡെ ഫെർമാറ്റും ഒരു കത്തോലിക്ക കൗൺസിലറും ഒരു തിയോളജിയനും ഒക്കെ തന്നെ ആയിരുന്നു. പക്ഷേ പാസ്കാലിൻ്റെ എഴുത്തുകൾ നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ആശയങ്ങളും യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് മൈറ്റ് ഹാവ് പ്രോപ്പൽഡ് ദം. I will call that part as the fall of man and the rise of probability. The fall of man and the rise of probability. This was അല്ലെങ്കിൽ മനുഷ്യൻ്റെ വീഴ്ച, അല്ലെങ്കിൽ മനുഷ്യൻ ഒരു ഫോളൻ എൻറ്റിറ്റി ആണെന്ന്, മനുഷ്യൻ പാപത്തിൽ വീണുപോയി കറപ്റ്റായ ഒരു എൻറ്റിറ്റി ആണെന്നുള്ള ആ തിയോളജിക്കൽ ഐഡിയ വാസ് എ ഗെയിം ചേഞ്ചർ. ഇതിനെപ്പറ്റി ജനറലായിട്ട് എഴുതിയ ഒരു എഴുത്തുകാരനാണ് പീറ്റർ ഹാരിസൺ, the historian of science, the fall of man and the foundations of modern science. പക്ഷേ അതിനകത്ത് അദ്ദേഹം പ്രോബിലിറ്റി ഏരിയയിലോട്ടൊന്നും അധികം അദ്ദേഹം ചെല്ലുന്നില്ല. പക്ഷേ ആ ഒരു ഇറ്റ്സ് എ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ബുക്ക്. സോ ഈ fall of man, ഈ ഐഡിയ എങ്ങനെ പ്രോബിലിറ്റിയെ സ്വാധീനിച്ചിട്ട് ഉണ്ടാകാം അല്ലെങ്കിൽ കാണും എന്നുള്ളത് നമുക്ക് വി ക്യാൻ ക്വിക്ക്ലി ഗോ ത്രൂ നെക്സ്റ്റ്. നൗ ഓക്കെ, ജസ്റ്റ് ചെക്ക് ദ വേർഡ്സ് ഓഫ് ബ്ലെയ്സ് പാസ്കാൽ. ഇദ്ദേഹമാണ് പ്രോബിലിറ്റി തിയറിയുടെ പിതാവ്. പാസ്കാൽ പറയുന്നത് ഇങ്ങനെ: വി ഡിസയർ ട്രൂത്ത്. സത്യം നമുക്ക് വേണമെന്നുണ്ട്. വി ഡിസയർ ട്രൂത്ത്.
പക്ഷെ നമ്മളിലേക്ക് നോക്കുമ്പോൾ നാം എന്താ കാണുന്നത്? അൺസർട്ടനിറ്റി. ദിസ് ഡിസയർ ഇസ് ലെഫ്റ്റ് ടു us only to punish us, partly to make us perceive from where we have fallen. അതായത് നമ്മുടെ ഫോളൻ നേച്ചറിനെ കാണിക്കുന്ന ഒരു വസ്തുതയാണ് ഈ അൺസർട്ടനിറ്റി. We perceive an image of truth and possess nothing but falsehood, being equally incapable of absolute ignorance and certain knowledge. So obvious is it that we once enjoyed a degree of perfection from which we have unhappily fallen. ഈ ഫോളൻ നേച്ചർ കൊണ്ടാണ് ചില കാര്യങ്ങൾ നമുക്ക് സർട്ടനായിട്ട് മനസ്സിലാക്കുവാൻ കഴിയാത്തത്. We are not able to, find that. Next slide if you can put. Okay. Now ഈ പാസ്കലിന്റെ തന്നെ ഒരു ആർഗ്യുമെന്റും കൂടെ ഉണ്ട്. ഇഫ് യു വോണ്ട് ടു വായിക്കാൻ താല്പര്യമുള്ളവർക്ക് വായിക്കാം. ആന്ത്രോപോളജിക്കൽ ആർഗ്യുമെന്റ്. പാസ്കൽ വാദിച്ചത് that പാസ്കൽ വാസ് എ വെരി ഡീപ്പ് ക്രിസ്ത്യൻ തിങ്കർ. അതാണ് 40 വയസ്സ് പോലും പുള്ളി ജീവിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് ആ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം കംപ്ലീറ്റ്ലി വാസ് ഡിവോട്ടഡ് ടു ദ സ്റ്റഡി ഓഫ് തിയോളജി. അവിടെയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ മറ്റ് മേഖലയിലുള്ള ചിന്തകളെയും മാത്തമാറ്റിക്സിലും ഉള്ള ആ മനുഷ്യൻ നടത്തിയ കോൺട്രിബ്യൂഷൻസിനെ എത്രത്തോളമാണ് ക്രിസ്ത്യൻ വിശ്വാസങ്ങൾ സ്വാധീനിച്ചെന്ന് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെൻസീസ് വായിക്കണം. അതിൽ അദ്ദേഹം വെക്കുന്ന ഒരു ആർഗ്യുമെൻ്റ് ആണ് ആന്ത്രോപോളജിക്കൽ ആർഗ്യുമെൻറ്റ്. അതിൽ അദ്ദേഹം ബേസിക്കലി ആർഗ്യൂ ചെയ്യുന്നത്, ഇന്ന് അതിച്ചൂടെ ഫോർമലൈസ് ചെയ്തിട്ടുണ്ട്. ഡഗ്ലസ് ഗ്രോട്ടായസിൻ്റെ ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സ് എന്ന പുസ്തകത്തിൽ ഒരു എൻറ്റയർ ചാപ്റ്റർ തന്നെ, ഒരു എൻറ്റയർ പേപ്പർ തന്നെ പാസ്കൽസ് ആന്ത്രോപോളജിക്കൽ ആർഗ്യുമെൻ്റ് എന്ന് ആ പേരിൽ തന്നെ ഉണ്ട്. ഇഫ് എനിവൺ ഇസ് ഇൻട്രസ്റ്റഡ് ടു റീഡ്. അദ്ദേഹം വാദിച്ചത് ലോകവിശ്വാസങ്ങളെയും ലോക മതങ്ങളെയും ആശയങ്ങളെയും എല്ലാം എടുത്താൽ 2 തരമായിട്ട് നമുക്ക് തിരിക്കുവാൻ കഴിയും. ഒന്ന്, മനുഷ്യനെല്ലാം അറിയുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ. ബുദ്ധ എന്ന് പറഞ്ഞാൽ എന്താ? ദി എൻലൈറ്റൻഡ് വൺ, അല്ലേ? നമുക്ക് ഈ ലോകത്തിൽ നിന്ന് മാറി സ്വയം നമ്മുടെ കഴിവിനാൽ തന്നെ ജ്ഞാനയോഗം, അല്ലെങ്കിൽ ഹിന്ദുയിസത്തിലും ആ ഒരു ഐഡിയ ഉണ്ട്, ന്യൂ ഏജ്. ഇതൊക്കെ മനുഷ്യൻ എന്തോ പെർഫെക്ഷൻ മനുഷ്യന് സ്വയം നേടാൻ കഴിയും, കർമ്മയെക്കൂടെ നേടാൻ കഴിയും എന്നുള്ള ആശയം. രണ്ടാമത്തെ ആശയം, മനുഷ്യനെ ചീച്ചി ഒട്ടും കൊള്ളത്തില്ല, അല്ലെങ്കിൽ മനുഷ്യൻ്റെ കണ്ടീഷൻ തന്നെ. ഇപ്പോൾ ഇസ്ലാമിൽ മനുഷ്യൻ ദൈവത്തിൻ്റെ അടിമയാണ്, അള്ളയുടെ അടിമയാണ്. അപ്പം മനുഷ്യനൊരു വാല്യൂ ഇല്ല. അതുപോലെ തന്നെ ഭൗതികവാദത്തിൽ വി ആർ ജസ്റ്റ് മാറ്റർ, നമുക്ക് വേറെ സോളും കാര്യമൊന്നുമില്ല. അപ്പം ഇങ്ങനെ ഈ ആശയങ്ങളെ പുറത്ത് മതങ്ങളെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുവാൻ കഴിയും എന്ന് പാസ്കൽ പറയുന്നത്. പക്ഷേ ക്രിസ്ത്യാനിറ്റിയിൽ മാത്രം ഇത് രണ്ടും ഒന്നിക്കുന്നു. വാട്ട് എ ഷൈമറൈസ് മാൻ എന്ന് ഹീസ് ആസ്കിങ്. അതായത് മനുഷ്യനിലേക്ക് നോക്കുമ്പോൾ വീണുപോയ തേജസ് നമുക്ക് കാണുവാൻ കഴിയും. ദ പെർഫെക്ഷൻ ദാറ്റ് വാസ് ലോസ്റ്റ്. അഥവാ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ ഇമേജ് മനുഷ്യന് കൊടുത്തു എന്നത് കാണുവാൻ കഴിയും. അതുകൊണ്ടാണല്ലോ സങ്കീർത്തനം 8-ാം അധ്യായത്തിൽ ആ എഴുത്തുകാരൻ, ആ സങ്കീർത്തനക്കാരൻ ഈസ് ക്രൈയിങ് ഔട്ട്, വെൻ ഐ കൺസിഡർ ദ ഹെവൻസ്. ഈ പ്രപഞ്ചത്തെയും അതിൻ്റെ അത്ഭുതങ്ങളെല്ലാം നോക്കുമ്പോൾ, വാട്ട് ഈസ് മാൻ ദാറ്റ് യു ആർ മൈൻഡ്ഫുൾ ഓഫ് ഹിം, ദ സൺ ഓഫ് മാൻ ദാറ്റ് യു കെയർ ഫോർ ഹിം. അതേ സമയത്ത് തന്നെ ഇതേ ബൈബിൾ പറയുന്നുണ്ട്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ദ wretched man that I am, this body of death. അല്ലേ? ഈ 2 ഐഡിയാസും, അഥവാ നമ്മുടെ ഉള്ളിൽ തന്നെ കാണുന്ന എല്ലാ മനുഷ്യരുടെ അകത്തും ഒരു തേജസ്സും കാണാൻ പറ്റും, പക്ഷെ ഒരു വീഴ്ചയും കാണാൻ പറ്റും. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഏക വേൾഡ് വ്യൂ ക്രിസ്ത്യാനിറ്റിയാണ്. ഇത് പാസ്കലും he understood that. Pascal along with de Fermat laid the foundation for probability. അദ്ദേഹം അവർ സോൾവ് ചെയ്ത പ്രോബ്ലം ഓഫ് പോയിന്റ്സ് ആണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഡക്വർത്ത് ലൂയിസ് മെത്തേഡ്. ഇപ്പോൾ ഒരു കളി നടക്കു വെച്ച് നിന്ന് പോയാൽ ആര് ജയിക്കണം, അല്ലെങ്കിൽ കളി നടക്കാതെ പോയാൽ വേൾഡ് കപ്പിൽ ആർക്ക് എത്ര പോയിന്റ് വെച്ച് കൊടുക്കണം, അത്രയൊരു പ്രോബ്ലം ചീറ്റ് കളിയുടെ ബന്ധത്തിലാണ് അവർ സോൾവ് ചെയ്തത്. അതൊരു കത്തിടപാടായിരുന്നു. ആ കത്തിടപാടാണ് പ്രോബബിലിറ്റിയുടെ ആദ്യത്തെ മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ വരുന്നത് അവിടുന്ന്. പാസ്കലും ഫെർമാൻ നടത്തിയ കത്ത് എക്സ്ചേഞ്ച്. രണ്ടാമത്തെ പേര് ഏബ്രഹാം ഡി മോറെ. ഇദ്ദേഹത്തെ പറ്റി ഇച്ചൂടെ ഞാൻ പറയാം. അദ്ദേഹം എഴുതിയ ഡോക്ട്രിൻ ഓഫ് ചാൻസസ് ആണ് ക്ലാസിക്കൽ പ്രോബബിലിറ്റി ആദ്യത്തെ പുസ്തകം, പ്രോപ്പർ പുസ്തകം പ്രോബബിലിറ്റി തിയറിയിലെ ഡോക്ട്രിൻ ഓഫ് ചാൻസസ്. ഈ ഫോർ എക്സാമ്പിൾ പാസ്കലും അതുപോലെ തന്നെ ഡി മോറയും പിന്നെ ഈ 17th and 18th സെഞ്ച്വറിയിൽ ആക്ച്വലി ഭയങ്കര തിയോളജിക്കൽ വാർസിൻ്റെ സമയമായിരുന്നു. ആ സമയത്താണ് പ്രോബബിലിറ്റി പല ആശയങ്ങളും മുൻപോട്ട് വരുന്നത്. ഇനി ഞാൻ പറഞ്ഞത് വേഗത്തിൽ ഞാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൊക്കെ കുറച്ച് കിടക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ദ ടൈം വിൽ അലൗ മീ ടു ഡു ദാറ്റ്. പെട്ടെന്ന് ഞാൻ ചുരുക്കാം. പ്രോബബിലിറ്റി 2 തരമുണ്ട്. ഒന്ന്, ഇപ്പം കോയിൻ ടോസ് ചെയ്താൽ ഹെഡ് വരും എന്നുള്ള പ്രോബബിലിറ്റി എന്താ? ഇപ്പോൾ ഒരു പകിട എറിയുമ്പോഴത്തേന് 6 സൈഡ് ഉണ്ടെങ്കിൽ 1 വരുമെന്നുള്ള പ്രോബബിലിറ്റി എന്താ? 1/6. കറക്റ്റ്.
പക്ഷേ ഈ പ്രോബബിലിറ്റി നമ്മളിങ്ങനെ ക്വാണ്ടിഫൈ ചെയ്യുമ്പോൾ ഏത് മെത്തേഡ് വെച്ചാൽ, ഇപ്പം താങ്കളൊരു ഇൻറ്റ്യൂഷൻ വെച്ചല്ലേ പറഞ്ഞേ, ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ പ്രോബിലിറ്റി 1/2 ആണെന്ന് കാണണമെങ്കിൽ അത് നമുക്ക് ഇൻറ്റ്യൂഷൻ വഴി അതിൻ്റെ സിമിട്രി വഴി പറയാൻ പറ്റും. അതാണ് ക്ലാസിക്കൽ പ്രോബിലിറ്റി, അതാണ് ആദ്യം വരുന്ന ആശയം. പക്ഷേ നിങ്ങളൊരു 10 തവണ കോയിൻ ഇട്ടിട്ട് 10 തവണ ഒരുമിച്ച് ഹെഡ്സ് വരികയാണ്, കുഴപ്പമില്ല. ഒരു 100 തവണ ഇട്ടു, 100 തവണ ഹെഡ്സ് വന്നു. ഒരു 1000 തവണ ഇട്ടിട്ട് ഹെഡ്സ് വന്നാലോ? 1001ാമത്തെ തവണ അല്ലെങ്കിൽ ഒരു 10,000 തവണ നിങ്ങൾ കോയിൻ ഇട്ടിട്ട് എല്ലാ തവണയും ഹെഡ്സ് വരികയാണ്. 10,001th ടൈം കോയിൻ ടോസ് ചെയ്യുമ്പോഴത്തേന് പ്രോബിലിറ്റി എന്താ? ഹെഡ് വരുമെന്ന്. എന്തായിരിക്കണം? 1/2 ആണോ? 1/2 ആണോ? എന്നാൽ അങ്ങനെയാണ് ഫ്രീക്വൻറ്റിസ്റ്റ് പറയുന്നത്. അതായത് ഫ്രീക്വൻസി വെച്ച് നോക്കിയാൽ, പക്ഷേ പ്രയർ എവിഡൻസ് വെച്ച് പറയുകയാണെങ്കിൽ 1/2 ആകത്ത്. കാരണം 10,000 തവണ എറിഞ്ഞിട്ടും ഹെഡ്സാ വരുന്നെങ്കിൽ എന്തെങ്കിലും പ്രശ്നമില്ലേ? കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോഴത്തേന് അപ്പം ആ ബാക്ക്ഗ്രൗണ്ട് നോളജ് ആഡ് ചെയ്യണമെന്നുള്ള സത്യമായിരുന്നു ബേഷ്യൻ പ്രോബിലിറ്റി. ഈ 2 ശാഖകളാണ് ഇന്ന് സത്യം പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിഷ്യൻസിൻ്റെ ഒക്കെ ഇടയിൽ നടക്കുന്ന അടിയെന്ന് പറഞ്ഞാൽ ഫ്രീക്വൻറ്റിസ്റ്റ് തിയറി യൂസ് ചെയ്യണോ അതോ ബേഷ്യൻ? രണ്ടും ഈക്വലി യൂസ്ഫുൾ ആണ്. ഇൻഫാക്ട് ബേസ് തിയറം ഞാൻ പിന്നീട് കുറച്ച് സമയം ഉണ്ടെങ്കിൽ പറയാം. ബേസ് തിയറ ചരിത്രം പഠിക്കുന്നത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എനിവേ, അപ്പം ഇത് രണ്ട് സൈഡ് ഓഫ് പ്രോബിലിറ്റി. ഒന്ന് ഫ്രീക്വൻസി വെച്ച് നമ്മളൊരു 1000 തവണ കോയിൻ ഇട്ടാൽ അതിൻ്റെ ഒരു 505 അല്ലെങ്കിൽ 500 അടുത്ത് ഹെഡ്സും ടെയിൽസും വരും. അത് നിങ്ങൾ ഇട്ട് നോക്കിയാൽ വരും കേട്ടോ. 10 തവണ ഇട്ടാൽ 5 അടുത്ത തവണ വരും. അത് ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. പക്ഷേ അതിലേക്ക് നയിച്ചത് 2 തിയറംസ് ആണ്, അല്ലെങ്കിൽ 2 പ്രൂഫ്സ് ആണ്. ദ സെൻട്രൽ ലിമിറ്റ് തിയറം ആൻഡ് ദ ലോ ഓഫ് ലാർജ് നമ്പേഴ്സ്. ദ ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് എബ്രഹാം ഡെ മോറിയുടെയും ജേക്കബ് ബെർണോളിയുടെയും വർക്കിലാണ് വരുന്നത്. ഇവരിത് കണ്ടുപിടിച്ചത് ഒന്ന് ഈ 2 ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര ഈ റാൻഡം ആണെന്ന് പറഞ്ഞാലും, ഫോർ എക്സാമ്പിൾ ഈ കോയിൻ ടോസിങ് തന്നെ നിങ്ങൾ അത് ഇട്ടുകൊണ്ടേ ഇരുന്നാൽ അവസാനം നിങ്ങൾക്കൊരു 50-50 കിട്ടും. 50% ഹെഡ്സും 50% ടെയിൽസും കിട്ടും എന്നത് എക്സ്പെരിമെൻ്റ് ചെയ്ത് അരിസ്റ്റോട്ടിൽ നോക്കിയില്ല. കാരണം അവരുടെ ഇത് വെച്ച് ഇൻറ്റ്യൂഷൻ വഴിയെല്ലാം മനസ്സിലാകും. അവരോട് അന്ന് ചോദിക്കുകയാണ്, ഭാരമുള്ളതും ഭാരമില്ലാത്തതുമായ 2 എണ്ണം താഴോട്ടിട്ടാൽ എന്ത് പറ്റും? ആദ്യം ഏതാ താഴെ തട്ടുന്നേ? ഭാരമുള്ളതാണോ? അല്ല, അതാണ് നമ്മുടെ ഇൻറ്റ്യൂഷൻ. തെറ്റി. അത് തന്നെയാണ് അവർ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആദ്യമായിട്ട് ഗലീലിയോ അത് ചെക്ക് ചെയ്തപ്പോഴത്തേന് ഭാരമുള്ള കല്ലും ഭാരമില്ലാത്ത കല്ലും 2 താഴോട്ട് 2 ഒറ്റ സമയത്ത് ദ റേറ്റ് ഓഫ് ഫോൾ വാസ് കോൺസ്റ്റൻറ്റ്. അത് ചെക്ക് ചെയ്യാതിരുന്നത് കൊണ്ട് വർഷങ്ങളായിട്ട്, സത്യം പറഞ്ഞാൽ ഈ പാസ്കലിനെ പറ്റിയൊക്കെ നാം വായിക്കുമ്പോഴത്തേന് പാസ്കൽ ഡെക്കാർട്ടിനെ വരെ ഖണ്ഡിക്കുന്നുണ്ട്. ഡെക്കാർട്ടിൻ്റെ യുക്തിവാദം, യുക്തി മാത്രം പോരാ, എംപിരിസിസം വേണം എന്ന് ഡെക്കാർട്ടിനെ വരെ ഖണ്ഡിക്കുന്നു. കാരണം വി ആർ ഫോളൺ ഇൻ നേച്ചർ. ഞാൻ ആ ഏരിയയിലോട്ടൊന്നും കിടക്കുന്നില്ല. പക്ഷെ അത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേന് ത്രൂ ദെയർ വർക്ക് ദേ കെയിം അപ്പ് വിത്ത് സെൻട്രൽ അല്ലെങ്കിൽ ലോ ഓഫ് ലാർജ് നമ്പേഴ്സ്, സെൻട്രൽ ലിമിറ്റ് തിയറം, 2ാമത്തെ ഫാക്ടർ. ഇത് രണ്ടുമാണ് ഫ്രീക്വൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനം. അതായത് കോൺഫിഡൻസ് ഇൻ്റർവെൽ വരയ്ക്കുക. ഇപ്പം ഏതൊരു പഠനവും 30 ഡേറ്റാ പോയിന്റ്സ് ഉണ്ടെങ്കിൽ സാമ്പിൾ വെച്ച് നമുക്ക് ഇപ്പം ഏതെങ്കിലും ഒരു പഠനം നടക്കുകയാണ്. അപ്പം അതിനകത്ത് നമ്മൾ ഒബ്വിയസ്ലി ലോകത്തുള്ള എല്ലാവരെയും ചെക്ക് ചെയ്യുന്നില്ലല്ലോ. ഏതെങ്കിലും ഒരു സ്റ്റഡി നമ്മൾ നടത്തുമ്പോഴത്തേന് ഇത്രയും പഠനമുള്ള ആൾക്കാർക്ക് ഇത്രയും ശമ്പളം കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ എന്താ നടക്കുന്നത്? ഒരു സാമ്പിൾ വെച്ചല്ലേ പറയുന്നത്. സാമ്പിൾ വെച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും പോപ്പുലേഷനെ പറ്റിയുള്ളത് എന്ന് കിട്ടുന്നത് സെൻട്രൽ ലിമിറ്റ് തിയറി നിന്നാണ് ഐഡിയ കിട്ടുന്നത്. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്. ഐ ഹോപ്പ് എവറി വൺ ഇസ് ഏബിൾ. ഇപ്പോൾ ഈ ലോ ഓഫ് ലാർജ് നമ്പേഴ്സും സെൻട്രൽ ലിമിറ്റ് തിയറും ഫ്രീക്വൻറ്റസ്റ്റ് പ്രോബിലിറ്റി അടിസ്ഥാനം ഇട്ടു. മാത്രമല്ല ഇത് ഈ ഒരു കണ്ടുപിടുത്തത്തിലേക്ക് അവരെ നയിച്ചത് എന്താണ്? നെക്സ്റ്റ് സ്ലൈഡ്. Ivo Schneider, I don't think അതിൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് എനിക്കറിയത്തില്ല, is a historian of science. De Moivre's greatest mathematical achievement is considered a form of the central limit theorem. ആദ്യമായിട്ട് സെൻട്രൽ ലിമിറ്റ് തിയറം മുൻപോട്ട് വെക്കുന്ന doctrine of chances, which he found in 1733 at the age of 66. Now ഇനി നോക്കണം. He understood his central limit theorem as a generalization and a sharpening of Bernoulli's the law of large numbers. He concluded from this result that although chance produces irregularities, those irregularities shall cancel out with time in order to reveal the order which naturally results from the original design. അതൊരു ടീലിയോളജിക്കൽ ആർഗ്യുമെൻ്റ് ആയിട്ടായിരുന്നു ആസ് എൻ എക്സിസ്റ്റൻസ് പ്രൂഫ് ഓഫ് ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ആദ്യമായിട്ട് മുൻപോട്ട് വെക്കുന്നത്.
ആദ്യമായിട്ട് അത് മുൻപോട്ട് വെക്കുന്നത് ദൈവവിശ്വാസത്തെ സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു ആർഗ്യുമെൻ്റ് ആയിട്ടായിരുന്നു ബെർണോളിയും അതുപോലെ തന്നെ ഡിമോറിയും അവരുടെ തിയറംസ് മുൻപോട്ട് വെക്കുന്നത്. അതാണ് ഇന്ന് നിങ്ങൾ കാണുന്ന സയൻസിൽ വരുന്ന എല്ലാ പേപ്പറുകളും പി വാല്യൂ ഒക്കെ നമ്മൾ ബേസിക്കലി റിസർച്ച് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ വരയ്ക്കുന്നത് അതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ കിടക്കുന്ന ഈ രണ്ട് സാധനം. പക്ഷെ അത് ആദ്യമായിട്ട് മുൻപോട്ട് വെച്ചത് ദൈവത്തിൻ്റെ അസ്തിത്വത്തെ തെളിയിക്കാൻ വേണ്ടിയായിരുന്നു ഈ രണ്ട് മാത്തമാറ്റീഷ്യൻസും അതിൽ കൂടെ ശ്രമിച്ചത്. നൗ നെക്സ്റ്റ്, വെരി ക്വിക്ക്ലി, എബ്രഹാം ഡിമോറി. അവിടെ തന്നെ വേറൊരു കാര്യമുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഡിമോറിയുടെ കാലഘട്ടത്തിലാണ് ഡേവിഡ് ഹ്യൂം ഇരുന്നടിക്കുകയാണ് ക്രിസ്ത്യാനിറ്റിക്കെതിരെ. അപ്പം ഡേവിഡ് ഹ്യൂമിൻ്റെ വാക്കുകളിൽ ചാൻസ് എന്ന് പറയുന്നത് ഈസ് എ സൂപ്പർസ്റ്റിഷൻ ഓഫ് ദ വൾഗർ. ജോൺ സ്റ്റുവർട്ട് മില്ല് പറഞ്ഞത് അദ്ദേഹം ഒരു ഈത്തിസ്റ്റാണ്, പിന്നീട് വന്ന് ജോൺ സ്റ്റുവർട്ട് മില്ലിൻ്റെ വാക്കുകളിൽ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഈസ് എൻ ആബറേഷൻ ഓഫ് ദി ഇൻ്റലക്ട്. അവർ പ്രോബബിലിറ്റിയെ തീരെ പുച്ഛിച്ച് തള്ളിയ ആൾക്കാരാണ്. അതായത് പ്രോബബിലിറ്റിയെ പഠിക്കാൻ സാധിക്കും. കാരണം അവരുടെ ഏത്തിസ്റ്റിക് ചിന്താഗതിയിൽ, നിരീശ്വരവാദ ചിന്താഗതിയിൽ ചാൻസും റാൻഡംനെസ്സും ഒന്നും പഠിക്കാൻ കഴിയത്തില്ല. കാരണം അതിനകത്ത് ഓർഡർ ഇല്ല, അതിൽ കൂടെ ഒന്നും സെർവ് ആകുന്നില്ല. അതാണ് ഇവിടെ പരിണാമശാസ്ത്രത്തിലൊക്കെ വരുന്ന ഏറ്റവും വലിയ വീഴ്ചയെന്ന് പറയുന്നത്. അഥവാ നിരീശ്വരവാദം മുൻപോട്ട് വെക്കുന്ന പരിണാമശാസ്ത്രത്തിൽ വരുന്ന വീഴ്ചയെന്ന് പറഞ്ഞാൽ അവിടെ മൈൻഡ് ഇല്ല. റാൻഡമായിട്ട് എങ്ങനെയാണ് ഓർഡർ വരുന്നത്? അത് ഏതെങ്കിലും യുക്തിക്ക് ചേരുവോ? ഈസ് ഇറ്റ് ക്യാൻ റാൻഡംനെസ് സിംപ്ലി ക്രിയേറ്റ് ഓർഡർ വിത്തൗട്ട് എ പ്രോപ്പർ ഗൈഡൻസ്? എനിവേ, ദാറ്റ് ഇസ് നോട്ട് എ ടോപ്പിക്. സോ അവിടെ ബേസിക്കലി എബ്രഹാം ഡിമോറി അദ്ദേഹത്തിൻ്റെ ഡോക്ട്രിൻ ഓഫ് ചാൻസസിൽ അദ്ദേഹം നിരീശ്വരവാദികളായ ആൾക്കാരെ ചാൻസിൽ അദ്ദേഹം പറയുന്നത് ഈ ചാൻസ് അവർ പഠിക്കുന്നില്ല. ഡേവിഡ് ഹ്യൂം ഒക്കെ ഇരുന്ന് അവർ ഖണ്ഡിക്കുകയാണ്. പക്ഷേ ചാൻസ് അവർക്ക് അട്ടർലി ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. അതിൻ്റെ കാരണം ഫോർ ദം ഇറ്റ് ഇസ് ജസ്റ്റ് എ വേർഡ്. because they don't see any order in this. Next slide. Okay, now വേഗത്തിൽ ബേഷ്യൻ പ്രോബിലിറ്റി കൊണ്ട് വേഗത്തിൽ പറയാം. തോമസ് ബേസ് എന്ന തിയോളജിയനാണ് ആദ്യമായിട്ട് ബേസ് തിയറം മുൻപോട്ട് വെക്കുന്നത്. ഈ ബേസ് തിയറമാണ് നിങ്ങളുടെ ഇമെയിലിലൊക്കെ മെയിൽ വരുമ്പോഴത്തേന് ചില മെയിൽസ് സ്പാമിലേക്ക് പോകത്തില്ലേ? സ്പാമായിട്ട് ചില മെയിൽസിനെ ഫ്ലാഗ് ചെയ്യുന്നത് ബേസ് തിയറമാണ്. അതുമാത്രമല്ല, കോവിഡിൻ്റെ സമയത്ത് ടെസ്റ്റ് പോസിറ്റീവാണെന്ന് അറിയാൻ യൂസ് ചെയ്യുന്നത് ബേസ് തിയറമാണ്. കാരണം ഒരു വെരി റെയർ പോസിറ്റിവിറ്റി റേറ്റ് ആണെങ്കിൽ ഒരു 1000 പേരിൽ 999 ആൾക്കാർ പോസിറ്റീവ് അല്ല, ഒരാൾ മാത്രമേ പോസിറ്റീവ് ആയിട്ട്. വിച്ച് മീൻസ് 99.9% ഓഫ് പീപ്പിൾ ആർ നോട്ട് പോസിറ്റീവ്. അങ്ങനെയാണ് എങ്കിൽ ഒരു റോബോട്ടിനെ വെച്ച് എല്ലാവരും പോസിറ്റീവ് അല്ല എന്ന് പറഞ്ഞാലും അക്യുറസി വുഡ് സ്റ്റിൽ ബി 99.9%. പക്ഷേ അതിനകത്ത് 1% വുഡ് നോട്ട് ബി ഹാവിങ് ദ വൈറസ്, അല്ലേ? അപ്പം ദ ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി? ടെസ്റ്റ് പോസിറ്റീവ് ആണ് പക്ഷേ ആളിന് വൈറസ് ഇല്ല, അതിൻ്റെ പ്രോബബിലിറ്റി എന്താ? അവിടെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇന്ന് നിങ്ങൾ ജസ്റ്റ് ബേസ് തിയറും കോവിഡും ഒക്കെ ജസ്റ്റ് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി വായിക്കാൻ കിട്ടും. നാസി ജർമ്മനിയുടെ എനിഗ്മാറ്റിക് കോഡ്, അവരുടെ എനിഗ്മ കോഡ്, അവർ ബേസിക്കലി അവരുടെ മിലിറ്ററി ആയിട്ട് സംസാരിക്കാൻ വേണ്ടി അവരുടെ മെസ്സേജസിനെ എൻക്രിപ്റ്റ് ചെയ്തായിരുന്നു അയക്കുന്നത്. അതായത് ജമ്പിൾ ചെയ്തിട്ട്. അപ്പോൾ എതിരാളികൾക്ക് വായിക്കാൻ ദേ കുഡ് നോട്ട് ഹാവ് ഡൺ ദാറ്റ്. അത് ആലൻ ട്യൂറിംഗ് ഡീകോഡ് ചെയ്തത് ബേസ് തിയറം വെച്ചാണ്. നാസി സോൾജേഴ്സ് കുഡ് ഹാവ് കിൽഡ് മില്യൺസ് ഓഫ് പീപ്പിൾ, പക്ഷേ അത് ഖണ്ഡിച്ചത് ബേസ് തിയറമാണ്. അപ്പം ബേസ് തിയറത്തിൻ്റെ ആപ്ലിക്കബിലിറ്റി എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ബേസ് തിയറം ആദ്യമായിട്ട് റെയറായിട്ട്, അതായത് ബേസിക്കലി ബാക്ക്ഗ്രൗണ്ട് നോളജ് വെച്ച് പ്രോബിലിറ്റി സ്ഥാപിക്കണമെന്നുള്ള ഐഡിയ ആദ്യമായിട്ട് കൊടുക്കുന്നത് ബേസ്. പക്ഷേ ഇതിനു മുമ്പ് തന്നെ പാസ്കൽ കൊടുത്തിരുന്നു. പാസ്കൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് പെൻസീസിനകത്ത്, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെന്ന് പറയാൻ നിരീശ്വരവാദികൾക്ക് എന്തടിസ്ഥാനം? അദ്ദേഹം ചോദിക്കുന്നത്, ജനിക്കുന്നത് നിങ്ങൾക്ക് അത്ഭുതമായിട്ട് തോന്നുന്നില്ലേ? ജനിക്കുമ്പോൾ ഒരിക്കലും ഇല്ലായിരുന്ന ഒരു വ്യക്തി ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പം നിങ്ങൾക്ക് അതൊരു അത്ഭുതമായിട്ട് തോന്നുന്നില്ലേ? പക്ഷേ ഉയർത്തെഴുന്നേൽപ്പെന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി പിന്നെയും വരികയാണ്. അപ്പോൾ ഇതിനകത്ത് ആദ്യമായിട്ട് ഒരാൾ വരുമ്പോഴത്തേനും നമുക്ക് അത്ഭുതം നമ്മൾ പറയത്തില്ല. ഒരു കുട്ടിയെ കാണുമ്പോഴത്തേനും ഇത് അത്ഭുതമാണെന്ന് പറയത്തില്ല. അദ്ദേഹം അവിടെ പറയുന്നത് ഹാബിറ്റ് വെച്ച് ഇത് നടക്കുന്നതെല്ലാം ഒരു ഹാബിച്വലായിട്ട് നിങ്ങൾക്ക് അത് അത്ഭുതമായിട്ട് തോന്നുന്നില്ല. അതാ ബേസിക്കലി അതിനകത്ത് ഒരു ആശയം കിടപ്പുണ്ട്. ഫ്രീക്വൻറ്റസ് പ്രോബിലിറ്റി അല്ല അവിടെ അപ്ലൈ ചെയ്യേണ്ട, ബേഷ്യൻ പ്രോബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ തോമസ് ബേസും അവരുടെ ആ ബേസിക്കലി അതിനകത്ത് ജസ്റ്റ് ഇഫ് യു നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് നോക്കണം, ഞാനത് എല്ലാം വായിക്കുന്നില്ല. ചാൾസ് ബാബേജ്, കമ്പ്യൂട്ടേഴ്സിൻ്റെ പിതാവായ ചാൾസ് ബാബേജ് പ്രോബബിലിറ്റി, ഡേവിഡ് ഹ്യൂം മിറക്കിൾസിന്, അത്ഭുതത്തിന് എതിരായിട്ട് വാദിക്കുന്നത് അദ്ദേഹത്തിന് പ്രോബബിലിറ്റി മനസ്സിലാകാത്തത് കൊണ്ടാണെന്ന് ചാൾസ് ബാബേജും ഹി ഹാഡ് റിട്ടൺ മച്ച് ഓൺ ദാറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഡേവിഡ് ഹ്യൂം. അദ്ദേഹം ബേസിക്കലി പറയുന്നത് ഒരുവൻ ഉയർത്തെഴുന്നേറ്റെന്ന് കണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും പ്രോബബിൾ അല്ല. ഓക്കെ,
ഐ ഹാവ് ടു ക്ലോസ്. സോ ഇതൊരിക്കലും പ്രോബിൾ അല്ല, ഇതിന് യാതൊരു സാധ്യതയുമില്ല എന്ന് ഡേവിഡ് ഹ്യൂം പറയുന്നു. പക്ഷേ അതിന് മറുപടിയായിട്ട് ബേസ് അല്ലെങ്കിൽ ഇന്നും റിച്ചർഡ് സ്വിൻബേൺ പ്രോബബിലിറ്റി തിയറി യൂസ് ചെയ്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഫിലോസഫർ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിൻ്റെ സാധ്യത 96% ആണെന്ന് സ്ഥാപിക്കുന്ന പുസ്തകത്തെ പബ്ലിഷ് ചെയ്തേക്കുന്നത് ഇവിടെ DC ബുക്സോ മറ്റൊന്നും അല്ല, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ്സാണ്. സോ ഇന്നും പ്രോബിലിറ്റി തിയറി, ആ ബേസ് തിയറം അതുപോലെ തന്നെ ഇന്നും യൂസ് ചെയ്യുന്നുണ്ട്. അഥവാ ഒരു മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കാൻ, സിമ്പിളായിട്ട് ലോജിക്ക് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കാനുള്ള സാധ്യത എന്താ? സീറോ ബേസിക്കലി, ബിക്കോസ് ഫ്രീക്വൻറ്റിസ്റ്റ് ആയിട്ട് ചിന്തിച്ചാൽ ഇറ്റ് ഇസ് സീറോ. ബട്ട് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു ഗിവൺ, പ്രോബിലിറ്റി ഗിവൺ ദാറ്റ് ആ tomb empty ആയിരുന്നു. Now what is the probability that he rose again given the tomb was empty? ആ tomb കല്ലറ ശൂന്യമായിരുന്നു, അവനെ സ്ത്രീകളും ശിഷ്യന്മാർ കണ്ടു എന്ന് പറഞ്ഞു. What is the probability that the man rose again, the tomb was empty, people saw him, people were willing to die for him? അങ്ങനെ ഗീവൺ കണ്ടീഷൻസ് കൂട്ടുമ്പോൾ ഈ സാധ്യത വർദ്ധിക്കും, പ്രോബിലിറ്റി വർദ്ധിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു കുട്ടിയെ അമ്മ കൊല്ലുവോ? ഇല്ല. അമ്മയ്ക്ക് കുട്ടിയെ കൊല്ലുവാൻ കഴിയുമോ? പക്ഷേ കുറച്ചുകൂടെ ഡേറ്റ കിട്ടുകയാണ്. അതായത് ആ കുട്ടിയെ പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു, കുട്ടിയുടെ ബോഡിയിൽ ചില മാർക്കുകളുണ്ട്. ഇങ്ങനെ പുതിയ ഇൻഫർമേഷൻ വരുമ്പോഴത്തേന് കോടതി കേസ് അവിടെ തിരിയും. ബേസിക്കലി അല്ല. ഇവിടെ ഞാൻ ഇന്ന് വന്നപ്പോൾ ഇതുകൂടെ പറഞ്ഞിട്ട് ഞാൻ ക്ലോസ് ചെയ്യാം. ഇന്ന് ഞാൻ വന്നപ്പോഴത്തേന് എൻ്റെ കസിനാണ് വണ്ടി ഓടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അദ്ദേഹം ആ വഴിയിൽ കൂടെ ഒരു മെയിൻ റോഡിൽ കൂടെ, എനിക്ക് സ്ഥലമൊന്നും അറിയത്തില്ല, എടാ ആശാര ഈ 2019 വെള്ളപ്പൊക്കം വന്നപ്പോഴത്തേന് ഇതെല്ലാം കംപ്ലീറ്റ്ലി മുങ്ങിപ്പോയായിരുന്നു. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അവൻ 2 ലക്ഷം രൂപയ്ക്ക് 1 സെൻറ്റിന് വെച്ച് അവൻ്റെ ഭൂമി വിൽക്കാനിരുന്ന് ടോക്കണും മേടിച്ചിരുന്നു. പക്ഷേ ഇന്ന് അതിന് 50,000 രൂപ വിലയില്ല. എന്തു പറ്റി? പുതിയ ആ പ്രളയം വന്നപ്പോഴത്തേന് ചേഞ്ച്ഡ്. സോ ബേസ്ഡ് ഓൺ ന്യൂ എവിഡൻസ് ദ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ആ ഇവാലുവേഷൻ വാസ് അപ്ഡേറ്റഡ്. അതാണ് ബേഷ്യൻ റീസണിങ്. ഈ ബേസ് തിയറം എല്ലായിടത്തും ആപ്ലിക്കബിൾ ആണ്. ഈ ഭാഗം കൂടെ ആർട്ടിഫിഷ്യൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഡിസിഷൻ തിയറി, ഡിസിഷൻ സയൻറ്റിസ്റ്റ്, നിങ്ങൾ ആ പ്രൊഫൈൽ നോക്കിയാൽ മതി. ആർക്കെങ്കിലും പിള്ളേർക്കൊക്കെ പഠിക്കാൻ ഏറ്റവും നല്ല സ്കോപ്പുള്ള ഏരിയയാണ് ഡേറ്റ സയൻസും ഡിസിഷൻ സയൻസും. ഡിസിഷൻ തിയറി ആദ്യമായിട്ട് അപ്ലൈ ചെയ്തത്, ഇത് എല്ലാ ചരിത്രകാരന്മാരും അംഗീകരിക്കുന്ന കാര്യമാണ്, ആൻഡ് ഇറ്റ്സ് എ ഫാക്ട്. പെൻസീസിൽ പാസ്കാൽസ് വേജർ, അതായത് സാധ്യതകൾ തുലനം ചെയ്ത് നോക്കുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നതാണ് യുക്തിപരമായ ഡിസിഷൻ എന്ന് സ്ഥാപിക്കുന്ന പാസ്കാൽസ് വേജർ വാസ് ദ ഫസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് decision theory, game theory. Okay, and this is basically the most important formula in data science, was first used to prove the existence of God. Bayes theorem. Dan Koff, Quartz article. Quartz is it's a basically finance business focused publication. അത് basically Julia Pearlന്റെ വർക്കിനെ കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നതാണ്, Bayes theorem has also been central to the latest developments in artificial intelligence. Decision theory, frequentist statistics, Bayesian statistics or Bayes theorem in particular, central limit theorem, ഇന്ന് ഞാൻ പറഞ്ഞതെല്ലാം ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ ഇതൊക്കെയാണ്. പക്ഷെ അതിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിച്ചത് ദൈവം ഉണ്ടെന്നുള്ള ഉറപ്പും ആ വിശ്വാസവുമായിരുന്നു. ദാറ്റ് ഈസ് വാട്ട് ലെഡ് ടു പ്രോബിലിറ്റി സയൻസ്, ആൻഡ് വി ആർ ഇൻഡെറ്റഡ് ടു ദ. ഞങ്ങളിവിടെ ഇത് പറയുമ്പോൾ നിരീശ്വരവാദികൾ ശാസ്ത്രത്തിനൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ലെന്നൊന്നും അല്ല പറയുന്നത്, അങ്ങനത്തെ ഒരു വാദമൊന്നും നമുക്കില്ല. പക്ഷേ ഇത് ചരിത്രപരമായ സത്യമാണ്. ആധുനിക ശാസ്ത്രത്തിൽ ഇൻഫാക്ട് ഇന്ന് ജീവിച്ചിരുന്ന ചരിത്രകാരന്മാരെല്ലാം തന്നെ അംഗീകരിക്കുന്ന കാര്യമാണ്. ഗലീലിയോ ഗോസ് ടു ജയിൽ ആൻഡ് അതർ മിത്സ് അബൌട്ട് സയൻസ് ആൻഡ് റിലീജിയൻ എന്ന പുസ്തകത്തിനകത്ത് നോവ ജെ എഫ്രോൺ, ആ പുസ്തകം എഡിറ്റ് ചെയ്തിരിക്കുന്ന റോണൾഡ് നമ്പേഴ്സ് ആണ്, ഹിസ്റ്റോറിയൻ ഓഫ് സയൻസ്. അദ്ദേഹം നിരീശ്വരവാദിയാണ്. പക്ഷേ ആ പുസ്തകത്തിനകത്ത് ആ ചാപ്റ്ററിൽ അദ്ദേഹം പറയുന്നത്, ഇൻ ജനറേഷൻസ് ഓഫ് സോഷ്യോളജിസ്റ്റ് ആൻഡ് ഹിസ്റ്റോറിയൻസ് ഇന്ന് അംഗീകരിക്കുന്നു ക്രിസ്ത്യാനിറ്റിയും ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും പ്രൊട്ടസ്റ്റന്റിസവും കാത്തലിസിസവും ആണ് ആധുനിക ശാസ്ത്രത്തിന് ഇറ്റ് ഗേവ് റൈസ് ടു ഇറ്റ്. ഈ ഒരു കോട്ടും കൂടെ വായിച്ചിട്ട് ഞാൻ ക്ലോസ് ചെയ്യാം. ആ മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്സിൽ ബേസിക്കലി ഏറ്റവും, അതായത് മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇതെല്ലാം കൂടെ കൾമിനേറ്റ് ചെയ്ത് ഒരു മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്സ് ആയി മാറുന്നത്. കാൾ പിയേഴ്സൺ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. കാൾ പിയേഴ്സൺ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. കാൾ പിയേഴ്സൺ ഇസ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ നെയിം ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്. കാൾ പിയേഴ്സൺ ആൻഡ് ആർ എ ഫിഷർ. അദ്ദേഹം പറയുന്നത് കേൾക്കണം. ന്യൂട്ടൺസ് ഐഡിയ ഓഫ് ആൻ omnipresent deity
who maintains mean statistical values, formed the foundation of statistical development through Durham, Price to Quetelet, through Florence Nightingale. ഞാൻ മൊത്തം വായിക്കുന്നില്ല. ബേസിക്കലി ന്യൂട്ടോണിയൻ തിയോളജിയും ദൈവവിശ്വാസവും ദൈവശാസ്ത്രവുമാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഡെവലപ്മെൻറ്റിന് ഏറ്റവും കൂടുതൽ നിർണായകമായ ഇമ്പോർട്ടൻ്റ് ആയിത്തീർന്ന ഘടകമെന്ന് അദ്ദേഹം പറയുന്നു. ദിസ് ഇസ് എ ഗുഡ് ഫാക്ട്. താങ്ക് യു സോ മച്ച് for this time and patiently listening to me. God bless you all.